ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഹഗായി പ്രവചനം എടുത്തേ. ബൈബിളിൽ നിങ്ങൾ ഹഗായി പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം. അപ്പോൾ ഹഗായി പ്രവചകൻ വഴി കർത്താവ് അരുളി ചെയ്തു. 3 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തനാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഈശോ നമ്മൾക്ക് തരുന്ന ഒരു താക്കീതും ഒരു ആഹ്വാനവുമാണ് ഈ വചനം. എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുകയാണോ? കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആത്മാക്കൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളായിരിക്കുന്നതും നമ്മുടെ സുഖലോലുപതയും നമ്മുടെ പ്രാർത്ഥന, നമ്മുടേതായിട്ടുള്ള എല്ലാ വ്യഗ്രതകളെല്ലാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുന്ന, കർത്താവിൻ്റെ മക്കൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മളായിരിക്കുന്നതും നമ്മുടെ സ്വാർത്ഥതയിലാണ്. നമ്മുടെ തന്നെ കാര്യങ്ങളിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെക്കുറിച്ച് തന്നെയാണ്, നമ്മളുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മളുടെ ആകുലതകളും. പ്രിയമുള്ളവരെ, ഈ ആകുലതകൾക്ക് ഉപരിയായി ദൈവം നമുക്ക് തന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മുടെ ശുശ്രൂഷകളും നമ്മൾ നേടുന്ന ആത്മാക്കളും, നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ വലിയ ശക്തി പ്രകടമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മിനിസ്ട്രികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ആകുലപ്പെടേണ്ടതും തകർന്നു കിടക്കുന്ന ആലയങ്ങളെക്കുറിച്ചാണ്. തകർന്നു കിടക്കുന്ന ആലയങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെടണം പ്രിയപ്പെട്ടവരെ. നമ്മളായിരിക്കുന്ന അവസ്ഥകളിലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലും നമ്മൾ കാണുന്ന പല മുഖങ്ങളുണ്ട്. ഈ മുഖങ്ങളിലെല്ലാം നമ്മൾ അവരുടെ മുഖങ്ങളിലേക്ക് അവരെ തന്നെ നോക്കുന്നതിന് പകരം അവരുടെ മുഖങ്ങളിൽ യേശുവിൻ്റെ തിരുമുഖം കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരായിരിക്കുന്ന അവസ്ഥകളിൽ അവരേത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കർത്താവ് നമുക്ക് തരും. എവിടെയെല്ലാം ഈശോയെ അറിയാത്ത ജനങ്ങളുണ്ടോ, എവിടെയെല്ലാം കർത്താവിനെ നിന്ദിച്ച് ജീവിക്കുന്ന ജനങ്ങളുണ്ടോ, ആ ജനങ്ങളെയെല്ലാം ഈശോയുടെ നാമത്തിൽ ഒന്നായി ചേർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ, പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാക്കളെ നേടുവാൻ, ഈശോയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി മുട്ടുകുത്തുവാൻ ദൈവത്തിൻ്റെ വലിയൊരു കൽപ്പന നമ്മുടെ മേൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്, കർത്താവ് സ്നേഹിച്ച രീതി ദൈവരാജ്യ പ്രഘോഷണം, അല്ലെങ്കിൽ കർത്താവ് സ്നേഹിച്ചത്, കർത്താവ് കടന്നു വന്ന് ആ ഒരു കൽപ്പന കർത്താവ് പറയുന്ന സമയത്ത്, പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ മക്കളെ കണ്ട് അവരായിരിക്കുന്ന ദേശങ്ങളിൽ അവിടെ ചെന്ന് കർത്താവ് തൻ്റെ ദൈവരാജ്യ വേല ചെയ്തുകൊണ്ടാണ് കർത്താവ് അവരോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വ്യവസ്ഥകളില്ലാത്തതാണ് സ്നേഹമെങ്കിൽ അത് കടന്നു വരുന്നത് കർത്താവായ ഈശോ മിശിഹായിൽ നിന്നാണ്. അപ്പോൾ ഈ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച ഈ സ്നേഹം ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതായത് കർത്താവിൻ്റെ ശക്തി നമ്മിൽ നിന്ന് പുറപ്പെടണം. സ്നേഹത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സാത്താൻ്റെ ശക്തികൾ മുട്ടുമടക്കുന്നത് സ്നേഹത്തിന് മുൻപിലാണ്. എവിടെയെല്ലാം പൈശാചിക സ്വാധീനങ്ങൾ ഒരു വ്യക്തിയിൽ ആവസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഈശോ പറയുന്നത് ദൈവസ്നേഹം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ദൈവസ്നേഹം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറാറുണ്ട്. വലിയ വിടുതലുകളും വലിയ ഡെലിവറൻസ് മിനിസ്ട്രികളും ഒന്നുമില്ലാതെ തന്നെ സാധാരണ കുടുംബങ്ങളിൽ ഇത്തരത്തിൽ മാതാപിതാക്കൾക്കെതിരെയോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ എതിരെയോ ഇങ്ങനെ ആക്രോശിച്ചു വരുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈശോ അവിടെയെല്ലാം തന്ന മെസ്സേജ് ഒന്നാണ്: ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവരുടെ മനസ്സ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും.
ദൈവസ്നേഹം നിറയുന്നിടത്ത് നമ്മളിൽ കുടികൊള്ളുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, അസ്വസ്ഥതകൾ, പൈശാചിക സ്വാധീനങ്ങളെല്ലാം വിട്ടുമാറും പ്രിയപ്പെട്ടവരെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം തിരുവചനം. അതിൽ പറയുന്നു, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് മറ്റുള്ളവർക്കും നമുക്ക് നമ്മളെ തന്നെയും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്വത്തെ എപ്പോഴെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തുവാൻ വിട്ടുപോകുന്നുവോ ആ സമയത്താണ് ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളിൽ വലയം ചെയ്യുന്നത്. തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ ശീലങ്ങൾ, തെറ്റായ വിചാരങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുന്നതിന് കാരണം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കുറയുമ്പോഴാണ്. യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ കുറയുമ്പോഴാണ്. ക്രിസ്തു തന്നെയായ സ്നേഹം നമ്മുടെ ഉള്ളിൽ കുറയുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണയാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. എങ്കിൽ പോലും നമ്മിലുള്ള പാപമാണ് പലപ്പോഴും ഇതിനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മിലുള്ള പാപാവസ്ഥകളും നമ്മിലുള്ള ജഡങ്ങളുമാണ്, ജഡത്തിൻ്റെ അരൂപിയുമാണ് ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ മറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ദൈവസ്നേഹം വന്ന് നിറയണം എന്ന് പറയുന്നതിനേക്കാൾ ഉള്ളിലുള്ള ദൈവസ്നേഹം പ്രകടമായി കിട്ടിയാൽ മതി. നമുക്ക് ഉള്ളിലുള്ള ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അതൊന്ന് പ്രകടമാകാൻ, അതല്ലെങ്കിൽ അതൊന്ന് അനുഭവിച്ചറിയാൻ നമുക്കൊരു ശക്തി കിട്ടിയാൽ മാത്രം മതി. ഈ കെട്ടഴിയും പ്രിയപ്പെട്ടവരെ, തിന്മയുടെ സകല കെട്ടഴിയും. ചില ബോധ്യങ്ങൾ നമ്മൾ ഞെരുക്കും, ചില അവസ്ഥകൾ, ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ഞെരുക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്തരത്തിലാണ്. അതായത്, ദൈവമേ, നിൻ്റെ സ്നേഹം, പരിശുദ്ധ സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ഈ അളവുകളില്ലാത്ത സ്നേഹം, അതിനാൽ എന്നെ നിറയ്ക്കണമേ. എതിർവശത്ത് നിൽക്കുന്ന, ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകളിൽ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ, അവരിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടും, അവരിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ അഴിയപ്പെടും, അവരിലുള്ള ഏത് തരത്തിലുള്ള പൈശാചിക ശക്തികളും അഴിയപ്പെടും. കാരണം ദൈവ സ്നേഹത്തിന് മുൻപിൽ ഒരു തിന്മയ്ക്കും പിടിച്ച് നിൽക്കാൻ ആവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു തൻ്റെ ദൈവരാജ്യ വേലയിൽ ഏറ്റവും കൂടുതൽ തിന്മയുടെ ശക്തികളെ ചെറുത്ത മേഖല എന്ന് പറയുന്നത് അവിടെ പ്രത്യേകം എഴുതി വച്ചിരിക്കുന്നു, പാപികളുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു എന്നുള്ളത്. പാപികൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെയുണ്ട്, അത് മാറുന്നില്ല. എന്താ പാപികൾ? എന്ത് പാപമാണ് അവർ ചെയ്തത്? ഏത് രീതിയിൽ അവരെ പാപികൾ എന്ന് സമൂഹം മുദ്രകുത്തി പ്രിയപ്പെട്ടവരെ? അതിനെക്കുറിച്ച് വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. അവൻ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം. അപ്പോൾ ചുങ്കക്കാർ പാപികളല്ല, ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം എന്ന് പറയുമ്പോൾ ചുങ്കം പിരിക്കുന്ന പാപത്തേക്കാൾ വലിയൊരു പാപത്തിൻ്റെ മേഖല മാത്രമായിരിക്കുന്നൊരു സമൂഹത്തോടു കൂടെ ക്രിസ്തുവായിരുന്നു. അവരിലേക്ക് സ്നേഹം കടന്നു ചെല്ലാത്തിടത്ത് ക്രിസ്തു എന്ന് പറയുന്ന ദൈവസ്നേഹം കടന്നു ചെന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സകല നിയമങ്ങളും ഭേദിക്കപ്പെട്ടപ്പോൾ, ലംഘിക്കപ്പെട്ടപ്പോൾ, അവിടെ വിടുതലിൻ്റെ അനുഭവം കടന്നു വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന തിന്മയുടെ ശക്തികൾ ക്രിസ്തുവിനോട് പറഞ്ഞു, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം എന്ന് പറയുന്നത്. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇതാണ് കർത്താവിനെതിരെ തിരിയുന്ന വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്ന സ്വരം. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നൊരു കാറ്റഗറി, ഈ കാറ്റഗറിയിൽ കർത്താവ് കടന്നില്ല. കർത്താവ് അവിടെ ഒന്നും പറയുന്നില്ല. യേശുവിൻ്റെ പ്രസൻസ് പോലും അവിടെ ആ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസൻസ് പോലും ആ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, അറിയണം, ഈ പാപ അവസ്ഥയിലായിരിക്കുന്ന നമ്മിലേക്കും ക്രിസ്തു കടന്നു വന്നത് നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, പാപികളിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ചെല്ലുന്നിടത്ത് കർത്താവ് വെൽക്കം ചെയ്യും. ധൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോഴും പിതാവ് ഇരുകൈ നീട്ടി അവനെ സ്വീകരിച്ച ചരിത്രം നമുക്കറിയാം. ഇരുകൈ നീട്ടി അവനെ കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരവസ്ഥയുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു കഴിയുമ്പോൾ
ഇത് പാപമാണ്, ഇത് ഞാൻ ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമുക്ക് തരും. ആ ബോധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മുന്നിൽ നെഞ്ച് പൊട്ടിക്കരയുന്നൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ അഭിനയിക്കുക, പലതും നമ്മൾ പിടിച്ചു വെക്കുക, പലതും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ആക്ടിങ് ആണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമാകുന്ന കർത്താവിൻ്റെ ആത്മാക്കൾ, പ്രിയപ്പെട്ട ദൈവജനമേ, യേശു എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, യേശു ക്രിസ്തു എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മിലുള്ള പല കാഴ്ചപ്പാടുകൾ, നമ്മിലുള്ള പല തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറിപ്പോയേനെ. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് വരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ വിളിയെക്കുറിച്ചുള്ള ബോധ്യം, നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന തിന്മയുടെ ശക്തികൾ നമുക്കത് ഓർക്കാൻ പോലും സമയം തരത്തില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്, ഇവനെ, ഇവളെ, ഈ വ്യക്തിയെ, ഈ സമൂഹത്തെ നേടുക എന്നുള്ളത്. നമ്മളിപ്പോൾ പല യുദ്ധങ്ങളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളിത് കേട്ട് നെടുവീർപ്പിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങോട്ട് കർത്താവിൻ്റെ ശക്തി അയച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾക്ക് എതിരെ നടക്കുന്ന, നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സമൂഹത്തിൽ, ചില രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് വീരവാദം മുഴക്കി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോഴും ഈശോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ചാണ് കർത്താവിൻ്റെ ആകുലത. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എതിർവശത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ആ ആത്മാവ് നഷ്ടപ്പെടുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ട ശക്തി എന്ന് പറയുന്നത് സകലതും സമാധാനത്തിൽ അവസാനിക്കുന്നൊരു ശക്തി. ആ ദേശങ്ങളിലേക്കെല്ലാം കടന്നു ചെല്ലാനും അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനും ലോകം സമാധാനത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് ഒരു ദീർഘനിശ്വാസവും വിട്ട് കർത്താവേ അങ്ങനെ പറ്റിയല്ലോ എന്ന് മാത്രമാണോ നമ്മൾ പറയുന്നത്? നമ്മൾ മുട്ടുകുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്തിനു വേണ്ടി കരങ്ങൾ വിരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഈശോ നമ്മളോട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം മാറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി വിലപിക്കുന്ന ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവിനോട് നിങ്ങൾ മാപ്പപേക്ഷിക്കണം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നൊരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്ക് ആകുലത സൃഷ്ടിക്കുന്നത് പോലെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മണിക്കൂർ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെയൊരു ആശങ്ക, അങ്ങനെയൊരു ആകുലത, അങ്ങനെയൊരു മനസ്സിനൊരു ഭാരം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ടെങ്കിൽ ആ ആത്മഭാരമാണ് നിങ്ങളിലുള്ള ദൈവത്വത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത്. ഈ ഒരു ആത്മഭാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ വസിക്കുന്ന ശുശ്രൂഷ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളമാണ്. ഈ ഒരു ആത്മഭാരം നിങ്ങൾക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ശുശ്രൂഷ എന്ന് പറയുന്ന വരം, അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്ന കൃപ, ആ ഒരു കൃപയിലേക്ക് ഇതുവരെ നമ്മൾ എത്തപ്പെട്ടിട്ടില്ല. ശുശ്രൂഷ വരമുണ്ടെങ്കിൽ, ശുശ്രൂഷയുടെ കൃപകൾ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നമ്മൾ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കും. കുടുംബത്തിലുള്ളവരോട് നമ്മൾ ആദ്യത്തെ ശുശ്രൂഷകൾ ചെയ്യും. എല്ലാവരെയും ഒരേ മനോഭാവത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈശോ പറയുന്നു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാമെന്നോ. മച്ചിട്ട ഭവനം ഇരട്ട മേൽക്കൂരയാണ്. അതായത് എനിക്കിപ്പോൾ ഉള്ളതിനോട് കൂടെ ഒന്നുകൂടെ ഞാൻ ചേർത്ത് വയ്ക്കുക. എൻ്റെ സുരക്ഷിതത്വം ഞാൻ ഇരട്ടിയാക്കുന്ന അവസ്ഥ. എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ഈ ഒരു ബിസിനസ് കൂടി തുടങ്ങിയാൽ ലൈഫ് ഒരുവിധം സെറ്റാകും. ഇരട്ട മേൽക്കൂരയാണ്. മച്ചിടുക, മേൽക്കൂരയ്ക്ക് താഴെ വീണ്ടും ഒരു മച്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇരട്ട സുരക്ഷിതത്വവും സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കാണുക. ഇത് ദൈവഹിതത്തിന് എതിരാ പ്രിയപ്പെട്ടവരെ. നമ്മളുടെ സുരക്ഷിതത്വം മാത്രം നോക്കുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപികൾക്ക് വേണ്ടി നമ്മൾ മുട്ടുകുത്തണം. അവർക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും, ഒരു മിഷൻ പ്രവർത്തനത്തിന് പോയില്ലെങ്കിൽ പോലും നിങ്ങൾ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ഇതുപോലെ ആകുലപ്പെടുന്ന അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലെ വേദനിക്കുന്ന അനേകർക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയും.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലും നിറയും. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ മാറ്റം വരും. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ മാറ്റം വരുന്നത് എപ്പോഴാണെന്നറിയോ? ചില മേഖലകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ചില ഇൻറ്റൻഷൻസ് നമ്മൾ സമർപ്പിക്കും. പക്ഷേ വർഷങ്ങളായിട്ടത് നടക്കാത്തിടത്തെല്ലാം ഈശോ സന്ദേശം തരുന്നത് ഇത്തരത്തിൽ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് മാറ്റിവെക്കുന്നിടത്ത് അവരുടെ നിയോഗങ്ങൾ കർത്താവ് നടത്തിക്കൊടുത്തിട്ടുണ്ട്. അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വന്തം നിയോഗങ്ങൾ മാറ്റിവെച്ചെടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചതിലും വലുത് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണിച്ചതിലും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും നിങ്ങളുടെ കരങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സ്വന്തമാക്കേണ്ടത്? നമ്മളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു പ്രത്യേക സൗഖ്യം കർത്താവ് നിങ്ങൾക്ക് തന്നു, ഒരു പ്രത്യേകമായൊരു വിടുതൽ തന്നു, പ്രത്യേകമായി നിങ്ങളെ കർത്താവ് എല്ലാത്തിൽ നിന്നും മാറ്റി മറ്റുള്ളവർ കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്ന രീതിയിലൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് വന്നവരാ. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് നിങ്ങൾ വന്നവരാ. എത്രത്തോളം കർത്താവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കുക. നമ്മുടെ പ്രായം എടുക്കുക. ഈ പ്രായത്തിനുള്ളിൽ എത്ര ആത്മാക്കളെ നമ്മൾ നേടി? നമ്മളോട് സങ്കടപ്പെട്ട് വന്ന എത്ര പേർക്ക് നമ്മളിന്ന് ആശ്വാസം കിട്ടി? അവരുടെ ഒരു ആശ്വാസത്തിൻ്റെ തീരത്തിലേക്ക് എത്തിക്കുന്നത് വരെ എത്രമാത്രം നമ്മൾ അവർക്ക് വേണ്ടി പൊരുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. കർത്താവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ടെങ്കിൽ ഈ ശക്തി പുറപ്പെടേണ്ട മേഖല എന്ന് പറയുന്നത് ശുശ്രൂഷ മേഖലകളിലേക്കാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോഴുള്ള നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കണം. കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോഴുള്ള നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കണം. കർത്താവിൻ്റെ ആലയം ഈ ദേശത്തെ എവിടെയെല്ലാം, ലോകത്തിലെവിടെയെല്ലാം തകർന്നു കിടക്കുന്നുണ്ടോ ആ സമയത്തുള്ള നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തുള്ള എൻ്റെ സ്ഥിതി എന്താ? ഞാൻ സേഫാണ്, ഞാൻ സേഫ് സോണാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല എന്താ പറയുക, പ്രകൃതിയിൽ നിന്നൊരു അസ്വസ്ഥത എനിക്കില്ല, വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ ഉരുൾപൊട്ടലോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ താമസിക്കുന്ന ഇടം. ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്താഗതികൾ പോകാത്തിടത്തോളം കാലം പ്രിയമുള്ളവരെ, ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്താഗതികൾ പോകണം. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വഭാവ രീതികൾ മാറണം. നമ്മൾ ആകുലപ്പെടേണ്ടതെല്ലാം ഈ തരണത്തിലാണ്. ചില സമയത്തെല്ലാം രാത്രി ആകുമ്പോൾ ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. രാത്രി 2 മണി 3 മണിക്കെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇരുന്ന് കരുണക്കൊന്തയെല്ലാം പറയും. ഇരുന്ന് കരുണക്കൊന്തയിലേക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടി, എങ്ങനെയെന്ന് ഒന്നും വെളിപ്പെട്ട് കിട്ടത്തില്ല. ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറയും. അങ്ങനെയേ ഇരുന്ന് 8-9 കരുണക്കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോവും. അപ്പോൾ വീണ്ടും നേരം വെളുത്ത് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോയോട് ചോദിക്കും, കർത്താവേ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ദേശത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആത്മഹത്യയിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ഈശോ പറഞ്ഞു തരും. ഇപ്പോൾ ഒരു മകള് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിൻ്റെ പ്രാർത്ഥന അവളെ രക്ഷിച്ചു. ഇപ്പോൾ ഒരു മകള് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഒരു ദേശത്ത് ഇങ്ങനെ ഒരു അനർത്ഥം വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു ദേശത്ത് ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ ലോകത്തെമ്പാടും നടക്കുന്ന ചില മേഖലകളിൽ നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരും, ഒന്ന് പ്രാർത്ഥിക്കാം. ആ സമയത്ത് തന്നെ പിന്നെ ആകട്ടെ എന്ന് വെക്കരുത്. ആ സമയം ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ കൂടാതെ കർത്താവിന് ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ആത്മാക്കളെ രക്ഷിക്കണമെങ്കിൽ, ഈശോ ചുമതലപ്പെടുത്തി വച്ചിരിക്കുന്ന, ഈശോ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന, ഈശോ ദൗത്യമേൽപ്പിച്ചിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവിൻ്റെ കൈകളിൽ ഉണ്ടാകണം. കർത്താവിന് പറഞ്ഞു വിടാൻ ഒരാളുണ്ടാകണം. അതാണ് ഞാനും നിങ്ങളും. ഈശോയ്ക്ക് പറഞ്ഞു വിടാനുള്ള ഒരാൾ, ഈശോയ്ക്ക് പറഞ്ഞു വിടാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മാക്കളിലേക്ക് പ്രാർത്ഥനകൾ അയക്കാൻ ഒരു വ്യക്തിയെ കർത്താവ് ചോദിക്കുന്നുണ്ടെങ്കിൽ
ആ ചോദിക്കുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടേണ്ടവരാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, ആത്മാക്കളെ പ്രതി ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി തമ്പുരാൻ്റെ മുൻപിൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്ഥിതി എന്താണോ ആ സ്ഥിതിയെപ്പറ്റിയല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഈ കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അത്ര സുഖമുള്ള കാഴ്ചകളൊന്നും അല്ല കാണുന്നത് പ്രിയപ്പെട്ടവരെ. ഇനി ഈ ഒരു 2030 ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഇരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല പിന്നെ നമ്മളിരിക്കുന്നത്. അവസ്ഥകളെല്ലാം നേരെ മാറിക്കൊണ്ടിരിക്കുക. സാഹചര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ ഓക്കെയാണ്, സമാധാനം വന്നു എന്ന് പറയുമ്പോഴും ഒന്നുമായിട്ടില്ല. നമ്മൾ കാണുന്ന പല വ്യക്തിത്വങ്ങളും പല അധികാരികളും നമ്മൾ വിചാരിക്കും, ഇദ്ദേഹം വന്നാൽ നന്നായി, ഇങ്ങേര് വന്നാൽ നന്നായി, ആരും വന്നാൽ നന്നായിട്ടില്ല. നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടെ പുറകിൽ കളിക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആശ്രയത്വം ദൈവത്തിൽ മാത്രമായിരിക്കണം, നേതാക്കന്മാരിലാകരുത്, അവരുടെ വാക്കുകളിലാകരുത്. നിങ്ങൾ ആശ്രയത്വം വെക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. കാരണം ആ ആശ്രയത്വമേ നിത്യമായിട്ടുള്ളൂ. ആ ആശ്രയത്വം മാത്രമേ എന്നും നിങ്ങൾക്ക് ആശ്രയ സങ്കേതമായിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കിങ്ങനെ കേൾക്കുമ്പോൾ കൊതി തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവിടെ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. ഇദ്ദേഹം ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത് പിന്നീട് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടം വരാനിരിക്കുന്ന അസ്വസ്ഥതകൾ ഒഴിവായി പോകാൻ ഇപ്പോൾ നമ്മുടെ ബലിപീഠമൊക്കെ തട്ടിമറിച്ചിട്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കാലഘട്ടം ഒത്തിരി അങ്ങോട്ട് പോകണ്ട. അതിനു മുമ്പ് ഈ ബലി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയം വരുന്നേ ഉള്ളൂ. ഒരു ബലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയം, ഒത്തുകൂടിയിരുന്നെങ്കിൽ, കർത്താവിൻ്റെ അപ്പത്തിൻ്റെ മേശയിലൊന്ന് പങ്കെടുക്കാൻ ഭാഗവാക്കാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ ഒരു സമയത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ ഒരു വരദാന വളർച്ചാ ധ്യാനം വയ്ക്കുമ്പോൾ സാധാരണ ധ്യാനങ്ങളിലുള്ളതിനേക്കാൾ മൊത്തത്തിലൊന്ന് ചുരുങ്ങി എണ്ണം. കാരണം എന്താ, ഞാൻ പറഞ്ഞിവിടെ കൗൺസിലിംഗ് ഉണ്ടാവത്തില്ല, ക്ലാസ്സുകൾ മാത്രമായിരിക്കും, പ്രാർത്ഥനകൾ മാത്രമായിരിക്കും, വരങ്ങളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. കൗൺസിലിംഗ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് എന്നോടൊരു 30-35ഓളം പേര് അല്ലാതെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വിടുന്നവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ബ്രദറെ, കൗൺസിലിംഗ് ഇല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. ഹല്ലേലൂയ. വചനം കേൾക്കേണ്ട, കർത്താവിൻ്റെ ഹിതം അറിയേണ്ട, ഒന്നും അറിയേണ്ട. കൗൺസിലിംഗ് ഇല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിൽ ഞങ്ങൾ വരില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ധ്യാനം കൂടാൻ വന്നിരിക്കുന്നവരാ, ധ്യാനിക്കാൻ വന്നിരിക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ. ധ്യാനം കൂടാൻ വന്നിരിക്കുന്നവരാണ് പലരും, ധ്യാനിക്കില്ലവരാരും. കാരണം അവരുടെ ഉള്ളിൽ വസിക്കുന്നത് അവരുടെ ഉത്കണ്ഠകളും അവരുടെ ആകുലതകളും മാത്രമേ വസിക്കുന്നുള്ളൂ. ദൈവം വസിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ലോകത്തിന് വേണ്ടി കൂടെ ഉത്കണ്ഠപ്പെടാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളേറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങളേറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. നിങ്ങളേറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, ഏറെ വിതച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, ഏറെ വിതച്ചുകൊണ്ടിരിക്കുന്നവരാ. അല്പം മാത്രമേ പക്ഷേ കൊയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ വിതച്ചത് മുഴുവൻ നമ്മളുടെ തന്നെ മണ്ണിലാണ്. ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? പ്രാർത്ഥന എന്ന് പറയുന്നത് വിതയ്ക്കപ്പെടേണ്ട വിത്താണെങ്കിൽ ഇത് വിതയ്ക്കേണ്ടത് നമ്മുടെ തന്നെ മണ്ണിൽ ഇത് വിതച്ചാൽ കൊയ്യാനുള്ളത് പോയിട്ട് അതിനകത്തൊന്ന് കിളിർക്കാനുള്ളത് പോലും ഉണ്ടാവില്ല. വിതയ്ക്കേണ്ടത് നമ്മുടെ മണ്ണിൽ ഒരിക്കലും നമ്മൾ വിത്ത് വിതയ്ക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്ന വിത്ത് വിതയ്ക്കേണ്ടത് വളക്കൂറുള്ള മണ്ണിലാണ് പ്രിയപ്പെട്ടവരെ. കണ്ണുനീരിൻ്റെ നനവുള്ള മണ്ണിലാണ് പ്രാർത്ഥന എന്ന് പറയുന്ന വിത്ത് വിതയ്ക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മണ്ണ് നമ്മൾ വിചാരിക്കും നല്ല വളക്കൂറ, നല്ല നനവ, കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും ഇല്ല. വളക്കൂറുള്ള മണ്ണിൽ വേണം പ്രാർത്ഥന എന്ന് പറയുന്ന വിത്ത് വിതയ്ക്കാൻ. വളക്കൂറുള്ള മണ്ണ്.
ഏതോ വളക്കൂറുള്ള മണ്ണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കർത്താവ് കാണുന്ന ഒരു ഗ്യാങ്ങുണ്ട്, കർത്താവ് കാണുന്ന ഒരു സമൂഹമുണ്ട്. ഈ സമൂഹത്തിൽ ദൈവത്തെ അറിയാത്ത സമൂഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തോട് മല്ലിടുന്ന സമൂഹമുണ്ട്. ഈ ഒരു ദിവസത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഒരു വളക്കൂറുണ്ട്, കണ്ണുനീരിൻ്റെ നനവ് വീണ മണ്ണുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്ത്യാനികൾ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ ധ്യാന കേന്ദ്രങ്ങൾ ആരംഭിച്ച അന്ന് മുതൽ ഇങ്ങോട്ട് ക്രിസ്ത്യാനികളെല്ലാം വചനം നിൽക്കാതെ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ എത്രയധികം മാറ്റം വന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ മാറ്റം വന്നത് എങ്ങനെയാണ്? നമ്മുടെ മദ്യപാനം നിർത്തി, നമ്മുടെ പുകവലി നിർത്തി, നമ്മുടെ ദുശ്ശീലങ്ങൾ നിർത്തി. ഇതിനപ്പുറത്തേക്കൊരു മാറ്റം ക്രിസ്ത്യാനിക്ക് എന്താ വന്നത് പ്രിയപ്പെട്ടവരെ? ധ്യാനങ്ങൾ ഏത് രീതിയിലാണ് നയിച്ചത്? അതിൽ എത്ര ശതമാനം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നൊരു മാറ്റത്തിലേക്ക് വന്നു? ഈശോയ്ക്ക് വേണ്ടി എത്ര ശതമാനം ജീവിക്കുന്നുണ്ട് ഈ ധ്യാനങ്ങൾ കൂടിയിട്ട്? അപ്പോൾ നമ്മൾ സ്വാർത്ഥരല്ലേ? നമ്മൾ നിർത്തിയതെന്താ? ഞാൻ ധ്യാനം കൂടി നന്നായി, ഞാനേ നന്നായിട്ടുള്ളൂ, ഞാൻ ആരെയും നന്നാക്കിയിട്ടില്ല. ഇതാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ഏറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. ഒരു ധ്യാനത്തിൽ ഏറെ വിതയ്ക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ തിരുവചനം, അല്പം മാത്രമേ നിങ്ങൾ കൊയ്തിട്ടുള്ളൂ. നിങ്ങൾ കൊയ്തത് എന്താ? നിങ്ങളുടെ മദ്യപാനം മാറി, നിങ്ങളുടെ ദുശീലം മാറി, നിങ്ങളുടെ കടബാധ്യത മാറി, നിങ്ങളുടെ രോഗം മാറി. അല്പം മാത്രമേ നിങ്ങൾ കൊയ്തിട്ടുള്ളൂ. ഈശോ നമ്മളോട് പറയുന്നത് അല്പം കൊയ്യാനല്ല, അധികം കൊയ്യണം. വിളവെടുപ്പ് മഹോത്സവമായിരിക്കണം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ എവിടെ വിതയ്ക്കണം പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രാർത്ഥനകൾ. എൻ്റെ കണ്ണുനീര്, എൻ്റെ അപ്പൻ ഇങ്ങനെ, എൻ്റെ അമ്മ ഇങ്ങനെ, എൻ്റെ ഭാര്യ ഇങ്ങനെ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അവിടെ കൊണ്ട് നമ്മൾ പ്രാർത്ഥന വിതയ്ക്കുക. കർത്താവിൻ്റെ ഹിതമല്ലത്. അവിടെ കൊണ്ടേ പ്രാർത്ഥന വിതച്ചാൽ അവിടെ വളക്കൂർ അത് പോരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ വിതയ്ക്കുന്ന പ്രാർത്ഥനകൾക്ക് വാല്യൂ ഉണ്ട്. ആ വിത്ത് വില കൂടിയ വിത്താണ്. ആ വിത്ത് വിതയ്ക്കണമെങ്കിൽ അതുപോലെ നനവുള്ളിടത്ത് വേണം പ്രാർത്ഥനയുടെ വിത്തുകൾ വിതയ്ക്കാൻ. അധികം കൊയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ, അധികം കൊയ്യാൻ പറ്റും. അധികം വിളവെടുപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വിതയ്ക്കേണ്ട ഇടമെന്ന് പറയുന്നത്, പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ അനേകം ദേശങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ വിത്ത് വിതയ്ക്കണം. സമാധാനമില്ലാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം പ്രാർത്ഥനകളുടെ വിത്ത് വിതയ്ക്കണം. നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ വിത്ത് വിതച്ച് അവിടെ നിന്ന് തന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്പിരിച്വൽ ആത്മീയ വ്യക്തിത്വം നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വിവേകത്തോടുകൂടെ ആയിരിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വിവേകത്തോടുകൂടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി ഞാൻ മുട്ടുകുത്തിയാൽ ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിന് വിലയുണ്ട്. എൻ്റെ ആത്മാവിന് വിലയുണ്ട്. ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിന് വിലയുണ്ടാകാൻ തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ, ഈ ശരീരത്തിൽ, ഈ ആത്മാവായിരിക്കുന്ന കാലഘട്ടം ഞാൻ എന്തു ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യണം. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെയൊക്കെയുള്ള നമ്മുടെ ആയുസ്സിൽ, അല്ലെങ്കിൽ 50, 40, 30 ഉള്ള ആയുസ്സിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഓടിത്തീർക്കുന്നത് മുഴുവൻ അവനവൻ്റെ പ്രയത്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈശോ പറയുന്നു, ഇതിനു വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മളെ ഒരുക്കി വിട്ടതും. ഈ ധ്യാന കേന്ദ്രങ്ങളും ഈ കണ്ട പ്രഘോഷണങ്ങളും കൺവെൻഷനുകളും എല്ലാം നടക്കുന്നതൊന്നും എന്നെ നന്നാക്കാനും, എൻ്റെ മദ്യപാനം മാറാനും, എൻ്റെ ദുശീലങ്ങൾ മാറാൻ, എൻ്റെ രോഗങ്ങൾ മാറുവാൻ എന്നുള്ളതിനുപരിയായി ലോകത്ത് മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി ഒരു കൂട്ടായ പ്രാർത്ഥന നടത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ അവിടെ ഒരിക്കലും ഒരു മിണ്ടാമഠത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ കുറേ പേരുമായിട്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു സെഷൻ അവർക്ക് വേണ്ടി ചെയ്തു. അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സുപ്പീരിയർ എന്നോട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ, നമുക്കറിയാം മിണ്ടാമഠത്തിലെ പ്രാർത്ഥനാ രീതികളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അമ്മേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാരം തോന്നിയത് എന്ത് നിയോഗങ്ങൾ പറഞ്ഞപ്പോൾ, എന്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്? അപ്പോൾ ഇവർ പറയുകയാണ്, ഒത്തിരി പേര് ഇവിടെ കൊണ്ടുവന്ന് പ്രെയർ റിക്വസ്റ്റ്, അവിടെ ഒരു ബോക്സിൽ പ്രെയർ റിക്വസ്റ്റ് കൊണ്ടുവന്നിടും. അപ്പോൾ ഞങ്ങളത് എടുത്ത് വെച്ചിരുന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളി ചോദിച്ചിരിക്കുന്ന ഈശോയുടെ മുൻപിൽ അത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊന്നും ഞങ്ങൾക്ക്, ആ അമ്മ പേഴ്സണലി പറയാം, ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊരു ഭാരം തോന്നിയിട്ടില്ല ബ്രദറെ. കാരണം ഇതെല്ലാം മനുഷ്യനുണ്ടോ? ഇതെല്ലാം ഉണ്ട്. ആ നിയോഗങ്ങളെ ഈ ബോക്സിലെത്തിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ
ലോകത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, യുദ്ധങ്ങൾക്കും ഭീകരാക്രമണങ്ങളും ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, സമാധാനമില്ലാത്ത ലോകത്തിലുള്ള സ്ഥലങ്ങളെ സമർപ്പിക്കുമ്പോൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ സമർപ്പിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരം, പ്രാർത്ഥന നീങ്ങാത്തതുപോലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നത്. ബാക്കിയുള്ള ഈ നിയോഗങ്ങളിലെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അത് ഈസിയായിട്ട് ചൊല്ലിപ്പോകാൻ പറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പറയില്ലേ നമ്മുടെ നിയോഗങ്ങളെക്കുറിച്ച്, ഒരു വിലയുമില്ലാത്ത എച്ചിൽ കഷ്ണങ്ങളാണ്. ഒരു വിലയില്ലാത്ത എച്ചിൽ കഷ്ണങ്ങളാണ് നമ്മുടെ നിയോഗങ്ങൾ. നമ്മുടെ ആ വേദന, ഈ വേദന, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അപ്പൻ്റെ മദ്യപാനം, ഭർത്താവിൻ്റെ മദ്യപാനം, ഇതിനൊന്നും ഒരു വാല്യൂ കർത്താവ് തരുന്നില്ല കേട്ടോ. നിങ്ങൾ അത് അവിടെ കിടക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്ന, നിങ്ങൾ വിവേകത്തോടെ ബുദ്ധിയോടുകൂടെ ചിന്തിക്കണേ. നമ്മുടെ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ്, ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സാണ്. അതിൽ നമുക്ക് ലാഭം കിട്ടേണ്ടത് സ്പിരിച്വലിയാണ് ലാഭം കിട്ടേണ്ടത്. ആത്മീയതയിൽ ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും നമ്മൾ ചെയ്യരുത്. ആത്മീയതയിൽ ഒരു പ്രോഫിറ്റും കിട്ടാത്ത ബിസിനസ് നമ്മൾ ചെയ്യരുത്. ആത്മീയതയിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം. ഞാൻ നിത്യതയിൽ എത്തണം. ആത്മീയതയിൽ എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് അതാ. ആ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു, എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ ഞാൻ സമർപ്പിച്ചു. ഒന്നും കിട്ടില്ല അവിടെ. കർത്താവ് അതിന് വില കൊടുക്കുന്ന പോലില്ല. കാരണം ഇത് മനുഷ്യനുള്ളിടത്തെല്ലാം ഇതുള്ളതാണ്. പക്ഷേ എക്സ്ട്രീമിലേക്ക് പോയ സ്ഥലങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിഷമിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്. ഒന്ന് സമാധാനത്തോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് സമാധാനത്തോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത. ഇസ്രായേലിൽ നിന്ന് ഒരു മകനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞാണ്, എൻ്റെ കൂടെ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ബ്രദർ, ഇവിടെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഒരു സൈറൺ മുഴങ്ങും. സൈറൺ മുഴങ്ങുമ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യും, ബങ്കറിലേക്ക് പോയി ഒളിച്ചോ. അപ്പോൾ ബങ്കറിൻ്റെ അകത്ത് പോയിരിക്കും. 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും സൈറൺ മുഴങ്ങും. അപ്പോഴേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. വീണ്ടും സൈറൺ പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ വീണ്ടും സൈറൺ മുഴങ്ങും, വീണ്ടും ബങ്കറിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരത്തിൽ ഇത് മാത്രം കണ്ട് ജീവിക്കുന്ന ലോകത്തുള്ള ജനങ്ങളെ നമ്മളൊന്ന് കണ്ട് അവർക്ക് എന്തു കൊടുക്കാൻ പറ്റുമോ അതാണ് ദൈവം നമുക്ക് തന്ന വരങ്ങൾ എന്ന് പറയുന്നത്. ഈ വരങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയപ്പെടും. ദർശനങ്ങളും പ്രവചനങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇൻറ്റൻഷൻസ് സമർപ്പിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിചയവുമില്ലാത്ത ലോകത്തിലുള്ള മക്കൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തണം. നിങ്ങൾക്കൊരു പ്രത്യേക സഹനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സഹനം അവർക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കുന്നിടത്ത് നിങ്ങളിൽ വരങ്ങൾ ജ്വലിക്കും. നിങ്ങളുടെ തന്നെ പേഴ്സണലി നിങ്ങൾ ആത്മീയതയിൽ വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വരങ്ങൾ ലഭിക്കില്ല, ചൈതന്യം ലഭിക്കും, പ്രാർത്ഥന ചൈതന്യം ലഭിക്കും. പക്ഷെ വരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെയാണ്. എനിക്ക് വരം ലഭിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉപവസിക്കുന്നിടത്ത് എനിക്ക് വരം ലഭിക്കില്ല. മറിച്ച് കർത്താവേ, ആ ആത്മാവിനെ നേടാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ ഒരു ആയുധം എനിക്ക് താ എന്ന് പറഞ്ഞാൽ കർത്താവ് കയ്യിൽ ആയുധം വെച്ച് തരും. ഞാൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഈ ഒരു മേഖല, ഈ ഒരു അവസ്ഥ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയാനാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടെന്നല്ല, നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയണം. നമ്മിൽ നിറഞ്ഞ് നമ്മളെന്തോ ഒരു സംഭവമാകണം. പ്രിയപ്പെട്ടവരെ, അത് നിൽക്കട്ടെ, അത് മാറ്റിവെക്കും നിങ്ങൾ. മറിച്ച് ആ ലോകത്തുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി നിങ്ങൾ ദുഃഖിക്കുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ, അവിടേക്ക് ഉപയോഗിക്കാനായി കർത്താവ് നിങ്ങൾക്ക് വരങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് തരും. അവിടെയാണ് നിങ്ങളുടെ കൈകളിൽ രോഗസൗഖ്യങ്ങൾ, അതിൻ്റെ അഭിഷേകം നിങ്ങളുടെ കരങ്ങളിൽ വരുന്നത്. ഇവിടം വിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ, കേരളത്തിന് വെളിയിൽ പല സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യാനികളോട് പ്രഘോഷിക്കുന്ന രീതിയിലല്ല. അവിടെ കൊടുക്കുന്നിടത്ത് അവിടെ കൈ നീട്ടുമ്പോൾ അത്ഭുതങ്ങളാണ്. അവിടെ വലിയ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, ക്യാൻസറുകൾ വിട്ടുമാറുന്നത്, കാലിന് നീളം കൂടുന്നത്, എത്ര വലിയ അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ അവിടെയൊക്കെ നടന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ നമ്മൾ ഈ വിശ്വാസികൾ ആയിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞവർക്കിടയിൽ ദൈവം അത്ഭുതങ്ങളല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. അവരെ കർത്താവ് ഒന്നുകൂടെ ഒരുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ക്രിസ്ത്യൻസ് പ്രതീക്ഷിക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ദൈവത്തെ അറിഞ്ഞവരിൽ അത്ഭുതങ്ങൾക്ക് പ്രസക്തിയില്ല. അവിടെ പ്രസക്തിയുള്ളത് അവിടെ ദൈവം അവരെ ഒരുക്കുകയാണ്.
അവിടെ ദൈവം അവരെ ഒരുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളെ കർത്താവ് അത്ഭുതങ്ങൾ കണ്ട് കണ്ണ് ആസ്വദിക്കാനുള്ള കൃപയല്ല ദൈവം നിങ്ങൾക്ക് തരുന്നത്. ദൈവം ഓരോ ധ്യാനത്തിലൂടെ നിങ്ങളെ ഒരുക്കുകയാണ്. അനേകം ആത്മാക്കളെ നേടാൻ തക്ക വിധത്തിൽ കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വരങ്ങൾ ഉജ്ജ്വലിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അനേകർക്ക് വേണ്ടി മുട്ടുകുത്തി നിടത്ത് ദൈവത്തിൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉജ്ജ്വലിക്കും. അവിടെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടെ നടക്കും. വലിയ അത്ഭുതങ്ങൾ, എത്രയോ ക്യാൻസറുകൾ, എത്രയോ വലിയ വലിയ രോഗങ്ങൾ ഈസിയായിട്ട് പ്രിയപ്പെട്ടവരെ മാറിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം ചെല്ലുന്നിടത്ത്. ദൈവത്തിൻ്റെ വചനം ചെല്ലുന്നിടത്ത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്കറിയത്തില്ല. റുവാണ്ടയിൽ നിന്ന് ഒരു പുരോഹിതൻ, ഞാൻ ആന്ധ്രയിൽ ശുശ്രൂഷിക്കാൻ അവിടെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് എന്നപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനുണ്ടായിരുന്നു ധ്യാനിപ്പിക്കാൻ. അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, അവിടെ കംപ്ലീറ്റ് വലിയ എന്താ പറയുക, വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ പൈശാചികതയാണ് ഇവിടെ ഈ നാട്ടിൽ. അച്ഛൻ സർവീസ് ചെയ്യുന്ന ആ നാട്ടിൽ അച്ഛൻ പറയുകയാണ്, 15,000-ലധികം ഡിനോമിനേഷൻസ് ഉണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഡിനോമിനേഷൻസ് 15,000-ലധികം അവിടെയുണ്ട്. ഇത്രയും ഡിനോമിനേഷനുണ്ട്. ഇത്രയും സെൻറ്ററുകളിലേക്കെല്ലാം അത് മറ്റു പല സഭാ സമൂഹങ്ങൾ, ബന്ധക്കോസ് പോലുള്ള മറ്റു പല സഭാ സമൂഹങ്ങൾ ഇങ്ങനെ കൂണുപോലെ മുളച്ചിരിക്കുന്ന സ്ഥലമാണ്. അച്ഛൻ പറയുകയാണ്, പോസസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഈ നീഗ്രോസ് വരുമ്പോൾ വലിയ സൈസ് നമുക്കറിയാമല്ലോ അവരിങ്ങനെ നേരിട്ട് വരുമ്പോൾ ഇവരെ പിടിച്ചു നിർത്താൻ നമ്മൾക്കൊരു 10-25 പേരുണ്ടെങ്കിലും ഈ ഒരാളെ പിടിക്കാൻ പറ്റില്ല. ആ സമയത്തെല്ലാം വചനമെടുത്ത്, അച്ഛൻ പറയാം, അച്ഛനെ നേരെ ഇങ്ങനെ അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോൾ വചനമെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഒരു പേടിയും കൂടാതെ വചനമെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കടന്നു വരുന്ന, ഉപദ്രവിക്കാൻ വരുന്നവർ അവിടെ നിന്ന് അതേ സ്പീഡിൽ പുറകോട്ട് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സ്പീഡിൽ അവർ പുറകോട്ട് പോകുന്ന അച്ഛൻ പറയണത്, അതേ സ്പീഡിൽ. അതായത് ഇങ്ങനെ തല്ലാനും അച്ഛന് നേരെ ചാടി കയറാനും വരുന്ന വ്യക്തികൾക്ക് നേരെ വചനം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ് അച്ഛൻ പറയുന്നത്. സ്റ്റേജിൽ നിന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് ഇതെല്ലാം പുറകോട്ട് നീങ്ങി പോവും ഈ പോസസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതാണ് നമ്മളിവിടെ കാണുന്ന, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, മിനിസ്ട്രികളിലൊന്നും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്നത് കേൾക്കണം, ഇങ്ങനെ ഭിത്തിയിലൂടെ നടന്നു കയറുന്നവരെ നമുക്ക് കാണാം. ഭിത്തിയിലൂടെ പിടിച്ചള്ളി കയറുമെന്നു ഈ പൈശാചികത മൂലം. അതുപോലെ നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ണിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഇവിടെ മിനിസ്റ്റർ ചെയ്യാം എന്നോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരുണയിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അനേകം ആത്മാക്കളെ നേടാൻ ആവശ്യമായ അഭിഷേകം നമ്മിൽ നിറയാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. അതാണ് നമ്മളിൽ നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കൂടിക്കൂടി വരുന്നതിൻ്റെ കാരണം അതാ. എത്ര തന്നെ വന്നാലും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന സമൂഹത്തിൽ സഹിക്കുന്ന സഹനങ്ങളെല്ലാം കോമണാണ്. ഊഹിക്കാം നിങ്ങൾ എന്തെല്ലാം പറയുമോ എന്നുള്ളത് ഊഹിക്കാം. അതിനപ്പുറത്തേക്കൊന്നും പറയത്തില്ല നിങ്ങൾ. അതേ നിങ്ങൾക്ക് പറയാനുണ്ടാവുള്ളൂ, വേറൊന്നും പറയില്ല. ഇപ്പോൾ ഇവിടെ ഇത്രയും ധ്യാനം, ഞാനിവിടെ എത്രയോ ധ്യാനങ്ങളായി ഇപ്പോൾ ഇവിടെ ചെയ്യുന്നു. ഒരു ധ്യാനത്തിലും ബ്രദറെ അനേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഓർത്ത് എൻ്റെ മനസ്സ് വ്യാകുലപ്പെടുന്നു എന്ന് ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഒരേ പാറ്റേണാണ്, ഒരേ ഇൻറ്റൻഷൻസാണ്, പല സ്വരം മാത്രമേ ഉള്ളൂ അതിൽ. നടുവേദന, പല്ലുവേദന, കൈവേദന, കാലുവേദനകൾ ഇതൊക്കെ ഉണ്ട്. അതൊരു വശത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവർക്കത് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വീർപ്പുമുട്ടലാണ്. ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് പറഞ്ഞു തരും. പിന്നെ മദ്യപാനം, പുകവലി, ഇതിൻ്റെ ഒരു ഡ്രഗ്സ് ഉപയോഗം, ഇതിൻ്റെ ഒരു വശം വേറെ. പിന്നീട് വിവാഹ ജീവിതത്തിലുള്ള ക്രമക്കേടുകൾ, ദാമ്പത്യ അസ്വസ്ഥതകൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ മറ്റൊരു വശത്ത്, പിന്നെ മദ്യപാനം, പിന്നെ കുടുംബത്തിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുകൾ, കടബാധ്യതകൾ, സ്ഥലം വിറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, വീട് വാടകയ്ക്ക് പോകാത്ത അവസ്ഥകൾ. കർത്താവിൻ്റെ വചനം ചെല്ലേണ്ട സ്ഥലങ്ങളാണ് ഈ പറയണത്. എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വചനം, ഇത്രയും വിലപ്പെട്ട വചനം ഈ ഒരു അഴുക്കിലേക്കൊന്ന് കൊണ്ടുവന്നിടണേ എന്ന് പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. ഒരെണ്ണം പോലും വാല്യൂ ഉള്ളതൊന്നും
എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരു വാല്യുള്ള പ്രെയർ ഇൻറ്റൻഷൻസ് ഒന്നും എൻ്റെ അടുത്ത് വരാറില്ല. ഒരാൾ പോലും വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല, എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ശുശ്രൂഷകർ വിളിച്ചു പറയും, ബ്രദറെ സഹിക്കാൻ പറ്റണില്ല, ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ശുശ്രൂഷകർ പറയാറുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾ ഒരെണ്ണം പോലും വന്നിട്ട് ആകുലപ്പെട്ട ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. കിറേനക്കാരെ അന്വേഷിച്ച് പോയിട്ട് ഒരൊറ്റ കിറേനക്കാരനെ പോലും നമ്മുടെ നാട്ടിൽ കാണാനില്ല. കുരിശെടുക്കുമെന്ന് ചോദിച്ചാൽ മാറിപ്പോകുന്നവരെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് താഴ്ത്തിയേ കൊടുക്കുള്ളൂ, കർത്താവിന് വേണ്ടി ഒന്നും ഉയർത്തി കൊടുക്കത്തില്ല. അതുപോലും പറ്റില്ല. വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മകളുടെ വിദ്യാഭ്യാസം, മകളുടെ വിവാഹകാര്യം, മകൻ്റെ വിദ്യാഭ്യാസം, മകൻ്റെ വിവാഹകാര്യം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഇതിനപ്പുറത്തേക്കൊരു ആകുലത ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കുമില്ല. ഇതിനപ്പുറത്തേക്കൊരു ആകുലതയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങളുടെ ആകുലത മാക്സിമം പോയാൽ അത്രയേ ഉള്ളൂ. ആ റാങ്കേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച്. ആ റാങ്ക് എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ മുമ്പിൽ പറയുന്നില്ല, ആ ഒരവസ്ഥയാണ്. നിങ്ങൾ ചിന്തിക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻസിനൊരു വാല്യൂ ഉണ്ടാവണേ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഏറെ വിതച്ചു, ഒന്നും കൊയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഈ കഷ്ടതകൾ നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അതിൻ്റെ ഒരു തലം മാറിയെന്നല്ലാതെ കഷ്ടതകൾ മാറത്തില്ല, മാറുകയുമില്ല. ഇത് മരണം വരെയുള്ളതാ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ഭോഷനാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥനയെ ഉപയോഗിക്കുന്നവൻ വിഡ്ഢിയാണ്. കാരണം എന്താണെന്നറിയോ? ഇത് മാറില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നു മാറിയാൽ ഒന്നുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായിട്ട് മാറണം. വിശുദ്ധർക്ക് സാധനങ്ങളാണ് കൂടുതൽ. നമ്മൾ ഇതൊന്നല്ലെങ്കിൽ ഒന്ന്, ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ, ബ്രദറെ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ന്യൂ ജെൻ പ്രെയർ ഇൻറ്റൻഷൻസ് ആണിത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ പ്രാർത്ഥന റിക്വസ്റ്റുകളാണ് ന്യൂ ജെൻ പ്രാർത്ഥന റിക്വസ്റ്റുകളാണ്. വേറെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അതുപോലത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അത്രേ കിട്ടുന്നുള്ളൂ. ഒരു ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവർ പലയിടത്തും അവർ 3 മാസം ഈ 5 പേരടങ്ങുന്ന 5 പേര് വിവാഹം കഴിച്ചിട്ടില്ല. അതിൽ 2 സ്ത്രീകളാണ്. ഇവർ 3 മാസം ഇവർ ജോലിക്ക് പോയി. 3 മാസം കൊണ്ട് ഇവർ അധ്വാനിച്ച് കിട്ടുന്ന കാശിൽ അടുത്ത 30 ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു 15 ദിവസത്തേക്ക് ഇവർ പോകുന്നത് ഏതെങ്കിലും ഒരു മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലും. കൊച്ചിയിലുള്ളതാണ്. ഏതെങ്കിലും ഒരു മിഷൻ ഏരിയയിലേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് ഈ അധ്വാനിച്ച് കിട്ടിയ വിഹിതവുമായിട്ട് ഇവർ ട്രെയിൻ കയറുക, അവർ പോവുക. പിന്നെയുള്ള ഒരു 15-30 ദിവസം അവിടെ അവർക്കിടയിൽ പ്രവർത്തിച്ച് ഇവർ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ അവിടെ ചെലവഴിച്ച് ഈ 15 ദിവസം പൈസ തീർന്നു കഴിയുമ്പോൾ ടിക്കറ്റിൻ്റെ കാശ് മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചു പോരും. അവിടെ തിരിച്ചു വരും. വീണ്ടും 3-4 മാസം ഇവർ വീണ്ടും അധ്വാനിക്കും. ഒത്തിരി സമ്പത്തുള്ളവരൊന്നുമല്ല, സാധാരണ കൂലിവേല ചെയ്യുന്ന മക്കളാണ്. പക്ഷെ ഉള്ളിൽ ഒരു സ്പാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തപ്പോൾ സ്വന്തം കാര്യങ്ങൾ, ഇവർക്കാർക്കും വീടും കുടിയൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല പ്രിയപ്പെട്ടവരെ. അവരുടെ കുടുംബത്തിൽ കഷ്ടതകളും ദുഃഖവും ദുരിതവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പ്രാവശ്യം ഇവർ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 5 പേരുണ്ട് ബ്രദർ, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൽ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. അവരുടെ പ്രെയർ മീറ്റ് വെച്ച് ഒരു 3-4 മണിക്കൂർ ഞങ്ങളെല്ലാവരും സ്തുതിച്ച് വചനം പറഞ്ഞ് ഇവർ പോവുക. ഇവർ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കാലുകളിലെല്ലാം ഈശോയുടെ ആണിപ്പഴുതാണ് കാണുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവർ നടന്നു പോകുമ്പോൾ ഇവരുടെ കാലുകളിലെല്ലാം ഈശോയുടെ ആണിപ്പഴുതാ കാണുന്നത് പ്രിയപ്പെട്ടവരെ. ഈശോയുടെ ആണിപ്പഴുതാ കാണുന്നത്. എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി വലിയ സങ്കടം പറഞ്ഞ മക്കളിൽ പോലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി സങ്കടത്തിലൂടെ, ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു മക്കളിലും ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അവരിൽ പ്രവർത്തിച്ചത് എന്താ? നമ്മൾ നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ജോലി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിൽ ഒരു പടി താഴേക്ക് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിഷ്ടം ഇതാ, അയ്യോ ഇത് പറ്റില്ല, എനിക്കിത് തന്നെ വേണം. ഇതെന്താ നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ ചെറുപ്പം തൊട്ട് ഇത് ആഗ്രഹിക്കുക, എനിക്ക് ചെറുപ്പം തൊട്ട്. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രാർത്ഥനകളെ ഉപയോഗിക്കുകയാണ് ക്രിസ്ത്യൻസ്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, ഓരോരുത്തരും ഉപവസിച്ച് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ജീവിതം വിശുദ്ധിയിൽ വിട്ടുകൊടുത്തപ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയ പ്രാർത്ഥനകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല മെച്ചപ്പെട്ട ജീവിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ കൊണ്ടുപോയി അയക്കുക. നമ്മൾ എത്രയോ നികൃഷ്ടരാ പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിനെതിരെ ചെയ്യുന്നവർ പോലും ഇത്രയും നികൃഷ്ടമായ പ്രവൃത്തി ചെയ്യില്ല.
നമ്മൾ ഈ ഇത്രയും വാല്യുബിളായിട്ടുള്ള പ്രാർത്ഥനകളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിലേക്ക് വേണ്ടിയിട്ടാണ്? ഈ പൊട്ടക്കിണറ്റി കൊണ്ടുവന്നിടുക. നമ്മൾ ഇത്രയും വാല്യുബിളായിട്ടുള്ള ഈ പ്രാർത്ഥനകളെ നിങ്ങൾക്കൊന്ന് അയക്കാൻ പാടില്ലേ പ്രിയപ്പെട്ടവരെ? ഈ പ്രാർത്ഥനകളെ നിങ്ങൾക്കൊന്ന് അയച്ചു കൊടുത്തൂടെ? എത്രയോ കണ്ണീരൊഴുക്കുന്ന മക്കള്, ക്രിസ്ത്യാനികളല്ലാത്ത, ക്രിസ്തു എന്തെന്നറിയാത്ത, ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നറിയാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട. വണ്ടി കയറിയോ നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന പ്രാർത്ഥനകൾ അങ്ങോട്ടൊന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ അയച്ചു കൊടുക്കില്ല. കാരണം എന്താ? എൻ്റെ ആവശ്യം തീർന്നിട്ടില്ല. നമ്മൾ സഭയെ കുത്തിക്കൊണ്ടിരിക്കുക, സഭയെ നന്നാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ സഭയെ നന്നാക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പാടുപെടുക. സഭയിലുള്ള ഭിന്നിപ്പുകൾ, സഭയിലെ പ്രശ്നങ്ങൾ, സഭ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സഭയെ നന്നാക്കാൻ ശ്രമിക്കുക. സഭയിലുള്ള ഇവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, ഇത് ശരിയല്ല, ഈ രീതി ശരി. നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാ? സാത്താൻ നമ്മുടെ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ളവരിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ പോകാതിരിക്കാൻ സാത്താൻ നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ചിട്ട് കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ചിന്ത, ആ കുറ്റം കണ്ടുപിടിക്കുന്ന മനോഭാവമുള്ള വ്യക്തികൾ ഒന്ന് ഈ കണ്ണുനീര് കണ്ട് അവർക്ക് വേണ്ടി ഒന്ന് മുട്ടുകുത്തി വെച്ചെങ്കിലോ, ഒരു സംഘടനയും വേണ്ട, ഒരു ഗ്രൂപ്പിലും വേണ്ട. നിങ്ങൾ ഭക്തസംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. എന്തിനു കൊള്ളാം? വല്ല ഗുണമുണ്ടോ പ്രിയപ്പെട്ടവരെ? കൂട്ടം കൂടി പരിപ്പോടെയും ചായയും കഴിച്ച് തിരിച്ചു പോകുന്നല്ലാതെ ഒരു ഗുണവുമില്ല. ഒരുപാട് പ്രയർ ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ട്. തിന്നുന്ന സമയമാകുമ്പോൾ ഒരു ആഘോഷമാണ്. അന്ന് ഒരു കടി, ഒരു ചായ, അതേ ഉള്ളൂ. പക്ഷേ അതിലവർ കണ്ടെത്തുന്ന ഒരു ആനന്ദമുണ്ട്. പ്രാർത്ഥനയിലില്ല. ആ ഗ്രൂപ്പുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ പോയിട്ടില്ല, പിന്നെ പോവുകയില്ല, ആര് വിളിച്ചാലും പോകത്തുമില്ല. കാരണം അത് വെറുതെ ഒരു പ്രഹസനമാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഏറെ വിതച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനകൾ. നിങ്ങൾ വിതയ്ക്കുന്ന പ്രാർത്ഥനകളൊന്നും ഫലം കാണാത്തതിന് കാരണം അവനവൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് വിതച്ചുകൊണ്ടിരിക്കണം. അവനവൻ്റെ വീട്ടുമുറ്റത്താണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിറങ്ങണം പ്രിയപ്പെട്ടവരെ. വരങ്ങളും ദാനങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് തരണമെങ്കിൽ ഏറ്റവും ആദ്യം തമ്മിലുണ്ടാവേണ്ടത് ഈ ദാനങ്ങളും വരങ്ങളും പ്രകടിപ്പിക്കാനുള്ള മനസ്സാദ്യം നമ്മളിലുണ്ടാകണം. കണ്ണുനീര് കാണാനായിട്ട് നമുക്ക് പറ്റണം. അനേകരുടെ കണ്ണുനീര് കാണാൻ പറ്റാതെ സ്വന്തം കണ്ണുനീര്, കുടുംബത്തിലുള്ളവരുടെ കണ്ണുനീര് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനുഷ്യനുള്ളിടത്തോളം കാലം നിങ്ങളുടെ സഹനങ്ങൾ ഉണ്ടാകും. ഈ സഹനങ്ങളുള്ള ഒരു കുടുംബവും നശിച്ചു പോയിട്ടില്ല. അവരതിനോട് മല്ലിട്ട് ജീവിച്ച്, അതിനെ എതിർത്ത്, അതിൽ സഹിച്ച്, കുറേ എതിർത്ത് വിജയം നേടി ആ ജീവിതം അങ്ങനെ തീരും. പക്ഷേ ഇതിൽ നിന്ന്, ഈ സഹനങ്ങളെല്ലാം ഉണ്ടായിരിക്കെ ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് അനേകർക്ക് വേണ്ടി നിലകൊണ്ട വിശുദ്ധാത്മാക്കൾ ജീവിച്ചു പോയ മണ്ണായത്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് ഒരു ശവപ്പെട്ടിയിലിട്ട് മൂടി ഒന്ന് കുഴിച്ചിട് പ്രിയപ്പെട്ടവരെ. അതെല്ലാം വെറും ജഡമാണ്. അതുകൊണ്ടാണ് ഞാൻ ശവപ്പെട്ടിയിലിടാൻ പറഞ്ഞത്. എല്ലാം ജഡമാണ്. അതിനെ ആദ്യം കുഴിച്ചു മൂടി. നിങ്ങൾ അതിനെ കുഴിച്ചു മൂടി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം നിങ്ങളെടുക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അനേകർക്ക് വേണ്ടി മുട്ടുകുത്താനുള്ള മനസ്സ് ഉണ്ടാകുന്നിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി മുട്ടുകുത്താനുള്ള മനസ്സുണ്ടോ? വരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് വരും. അനേകർക്ക് വേണ്ടി മുട്ടുകുത്താനുള്ള മനസ്സുണ്ടെങ്കിൽ ഓരോ വരങ്ങൾ നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അറിയേണ്ടത് വരും. വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തണ്ട. നിങ്ങളുടെ മനസ്സ്, ശുശ്രൂഷയ്ക്കുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. പ്രിയമുള്ളവരെ, ചില സ്ഥിതി നമുക്കുണ്ടെങ്കിൽ ഈ സ്ഥിതിയിലേക്ക് നമ്മളെത്താൻ കാരണം അനേകരുടെ കണ്ണുനീര് നമ്മൾ കാണാതെ പോയതാണ്. ചില അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മളെത്താൻ കാരണം ഇതുപോലെ വേദനിക്കുന്ന അനേകരുടെ കണ്ണുനീര് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ. ഈശോയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നഷ്ടപ്പെട്ട ആത്മാക്കളിലേക്കൊന്ന് നോക്കിയാൽ മതി. അവരിൽ ഈശോയുണ്ട്. എൻ്റെ വിളിക്കുള്ളിലൊരു വിളിയുണ്ടെന്നും പറഞ്ഞ് പാവപ്പെട്ട മക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന വിശുദ്ധ മദർ തെരേസയെ പോലെ നമ്മളൊന്ന് നോക്കണം. നമ്മൾ നോക്കുന്ന ആംഗിൾ മാറണം. നമ്മൾ നോക്കുന്ന മനോഭാവം മാറണം. നമ്മുടെ കണ്ണുകളിൽ ദയയോടുകൂടെ, കാരുണ്യത്തോടുകൂടെയുള്ളൊരു നോട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ.
എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കുറേ പ്രാർത്ഥനകൾ നമുക്കറിയാം. സകല വിശുദ്ധയുടെ ലുത്തീനി മുതൽ ഇങ്ങോട്ട് നമ്മളെല്ലാം ചെല്ലും, കുരിശിൻ്റെ വഴിയും ജപമാലയും കരുണക്കൊന്തയും ഒക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം. ഇതെല്ലാം ചൊല്ലുന്നത് അവനവന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ നമ്മൾക്ക് പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ഇതാണ്, എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ്, മറ്റുള്ളവർ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടം, എൻ്റെ അപ്പനും അമ്മ എന്നോട് ഇങ്ങനെ പറയാം, പക്ഷേ എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇങ്ങനെ നമ്മൾ പിടിച്ചെടുത്ത് നമ്മൾ നിൽക്കുക, ഇത് ദൈവികതയല്ല. കാരണം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അരൂപിയറിയാം. കാരണം ആ വ്യക്തിയിൽ ഉള്ള ദൈവത്തിൻ്റെ അഭിഷേകം മറച്ചു വയ്ക്കുന്ന അരൂപിയാണ്. ആ വ്യക്തിയിലുള്ള ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. അത് ആ വ്യക്തി ഈ ഒരു പിടുത്തം വിട്ടാൽ ആ വ്യക്തിയെ ചിലപ്പോൾ കർത്താവ് എടുത്ത് ഉയർത്തും എന്നുള്ള സാത്താൻ അറിയാവുന്നത് കൊണ്ട് ഈ പിടുത്തം വിടാൻ സമ്മതിക്കില്ല. ഈ പിടുത്തം വിടാനായിട്ട് സമ്മതിക്കില്ല. അതിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കും. ഹാലലുയ്യ 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 ഹാലലുയ്യ. ഒരിക്കൽ ഒരു PG കഴിഞ്ഞൊരു പയ്യൻ IT പ്രൊഫഷണലാണ് വർക്ക് ചെയ്യാണ്, ഇവിടെ ഇൻഫോ പാർക്കില്ല, കാക്കനാട്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് 3-4 വർഷം മുൻപാണ്. എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇവനെന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിക്കാൻ ഇവനിങ്ങനെ പുരോഹിതൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ഈശോ എനിക്ക് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വിളിയുണ്ടായിട്ട് നീ എന്താ പോവാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, 10th പഠിക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞതാണ്, പല ധ്യാനത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ എല്ലാം എന്നോട് പറഞ്ഞതാണ് നീ പുരോഹിതനാകണമെന്ന് പറഞ്ഞു. പോയില്ല. എനിക്കൊരങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല, ഒരു ദൈവാനുഭവം ഇതുവരെ എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തമ്പുരാൻ നിനക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്, അതാണ് നിൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള സഹനങ്ങൾ. നീ 10th മുതൽ നിൻ്റെ PG വരെയുള്ള സമയത്തിനുള്ളിൽ നീ സഹിച്ച കണ്ണുനീരും കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അനുസരിച്ച് ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ ഇതെല്ലാം ശരിയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ ബ്രദറെ എന്ന് ചോദിച്ചു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ഞാൻ പറഞ്ഞു, ഈ വചനമാണ് ഞാനവിടെ പറഞ്ഞത്, എൻ്റെ ആലയം തകർന്നു കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? ഹഗ്ഗായി എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഈ വചനഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഇവൻ ഇത് വായിച്ച് പിന്നെ എന്നെ വിളിക്കുമ്പോൾ കരഞ്ഞ് വിളിക്കാം. 1 തവണ വായിച്ചു, 2 തവണ വായിച്ചു. ഓരോ തവണ ഇത് ആവർത്തിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ ഗോഡ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വചനമാകുന്ന ദൈവത്തോട് ചേർന്ന് നിന്നാലല്ലേ കിട്ടുള്ളൂ. അല്ലാതെ ഗോഡ് എക്സ്പീരിയൻസ് ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് അതൊരു മഴയൊന്നുമല്ലല്ലോ. അപ്പോൾ ആ വചനമാകുന്ന ദൈവത്തെ മടിയിലെടുത്ത് വെച്ചപ്പോൾ ദൈവം അവന് കൊടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് അവൻ ഒരു കോൺഗ്രിഗേഷനിലുള്ള ഒരു സെമിനാരിയിൽ ഇന്ന് സെമിനാരി വിദ്യാർത്ഥിയാണ്. ഹാലേലുയ്യ ഹാലേലുയ്യ ഹാലേലുയ്യ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈശോയുടെ വചനമെടുത്ത് മടിയിൽ വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഈശോയുടെ വചനമെടുത്തിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പയ്യൻ ഇവൻ പുരോഹിതനായി കഴിയുമ്പോൾ തീ പിടിച്ച ഒരൈറ്റം ആയിരിക്കും അത്. കാരണം അവൻ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയോടുകൂടെയാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു വിളിയിലേക്ക് ആ മകൻ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിളിയിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം അവരൊറ്റ ബൈബിളിൽ നിന്ന്, സന്ദേശത്തിൽ നിന്ന് അവന് കിട്ടിക്കഴിഞ്ഞു. അവൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം തലവര മാറുക അന്നു മുതൽ അങ്ങോട്ട്, തലമുറകൾ മാറുക അന്നു മുതൽ അങ്ങോട്ട്, കെട്ടുകൾ അഴിയാൻ തുടങ്ങുക അന്നു മുതൽ അങ്ങോട്ട്. ഹാലേലുയ്യ ഹാലേലുയ്യ. ഇന്ന് ശുശ്രൂഷയിൽ വചനപ്രഘോഷണത്തിൽ കത്തി നിൽക്കുന്ന പല വൈദികരും നിങ്ങൾ എടുത്തു നോക്കിക്കോ, പല ധ്യാന ഗുരുക്കന്മാരെ എടുത്തു നോക്കിക്കോ. അവരെല്ലാം അവരുടെ ജീവിതാനുഭവം പറഞ്ഞതിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് വലിയ സ്ഥലങ്ങളിലും വലിയ യൂണിവേഴ്സിറ്റികളിലെല്ലാം ചെന്ന് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്പോടുകൂടെ ഇവർക്ക് സാഹചര്യങ്ങൾ വന്നതൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോഴെല്ലാം എന്താ ദൈവം ഇങ്ങനെ പല സാഹചര്യങ്ങൾ തന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ദൈവമാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് നല്ലത് മാത്രം നിന്ന് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ചിന്ത അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ ഇതുപോലെ സാത്താൻ പലതും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അവൻ സ്ഥാപിച്ചു തരും. നിങ്ങളുടെ കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തൊടുന്നിടം എല്ലാം വിജയമായിരിക്കും. ഇതിന് കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. അല്ല, നീ ഇത് മാറി ചിന്തിക്കരുത്.
നീ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ഒരു ബോധ്യം പോലും നിനക്ക് വരരുത്. അത് വരാതിരിക്കാൻ, നീ പ്രാർത്ഥിക്കാതിരിക്കാൻ നിനക്ക് എല്ലാ സുഖ സൗകര്യത്തിലൂടെയും കൊണ്ടുപോകാനും സാത്താൻ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതാണ് ശരി, ഇത് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് നല്ല ഐശ്വര്യമാണ്, എൻ്റെ കുടുംബം ഓരോ പടി ഉയർന്നുകൊണ്ടിരിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടിലേക്കാണ് ആ കുടുംബം പോകുന്നത്. കാരണം ദൈവവിളിയെ തിരിച്ചറിയാതിരിക്കാൻ അവിടെ സമൃദ്ധി കൊടുക്കുന്നത് തമ്പുരാനല്ല. ചില കുടുംബങ്ങളിൽ ഇത്തരത്തിൽ സമൃദ്ധി വരാൻ കാരണം എല്ലാവരും പറയും, നല്ല കുടുംബം, നല്ല തലമുറയാന്ന് തോന്നുന്നു, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ ബ്രദറെ, ആ കുടുംബത്തിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു? മൊത്തം നഷ്ടപ്പെട്ട് കിടക്കുക. തിരിച്ചറിവില്ലാത്തതാ. ഏത് രീതിയിലാണ് നഷ്ടപ്പെട്ടതെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുത്ത് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണേ. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണടച്ച് ഭക്തിയോടെയാണ് പലരും ഹല്ലേലൂയ പറയുന്നത്. എന്തൊരു ഭക്തിയാണ് പ്രിയപ്പെട്ടവരെ. വലതുകരം പൊക്കി പിടിച്ചപ്പോഴും കണ്ണ് പൊങ്ങിയിട്ടില്ല, കണ്ണ് താന്നു തന്നെയാണ് നിൽക്കണേ. വലതുകരം പൊക്കുന്നത് കക്ഷത്തെന്തോ ഉള്ളതുപോലെയാണ്, പൊക്കിയ ഇവിടുന്ന് എന്തോ താഴെപ്പോൾ. അതുകൊണ്ട് അത്രയും കൂടെ പൊക്കില്ല. ന്യൂജൻ അമ്മമാർ കൈ പൊക്കുന്നത് പോലെ പൊക്കിയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, പിടിച്ചു വെക്കണ്ട, നന്നായിട്ട് അങ്ങോട്ട് പൊക്കിക്കോ. കക്ഷത്തുള്ളത് വിട്ടു കൊടുക്കുക തമ്പുരാന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ വായിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുന്നു, ഞാൻ അതിൽ പണിയുവിൻ, ഞാൻ അതിൽ സംപ്രീതനാകും, മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ. ഈശോ നമ്മളോട് പറഞ്ഞ വാക്യമാണ്. മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയണം. മല എന്ന് പറയുന്നത് പ്രാർത്ഥനാനുഭവമാണെങ്കിൽ അവിടെ നിങ്ങൾ ചെല്ലണം. പ്രിയമുള്ള ദൈവജനമേ, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കർത്താവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നിടത്ത്, കർത്താവിൻ്റെ ഇഷ്ടങ്ങളെ അനുവർത്തിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആത്മാവ് നിങ്ങൾക്ക് തരുന്ന വരങ്ങളെ നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുടുംബത്തിൽ ഏത് മേഖലയിലാണോ സ്ഥിരമായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഏത് ജീവിതാവസ്ഥയിൽ പതിവായി ഒരു കെട്ട് നിൽക്കുന്നു, എപ്പോഴും ഇതിങ്ങനെയാണ്, ഇത് മാറില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു നിരാശയ്ക്കുള്ള വകുപ്പ് കുടുംബത്തിൻ്റെ ഏതവസ്ഥയിലാണ് നോക്കുക. വ്യക്തിബന്ധങ്ങളിലാണോ, മാതാപിതാക്കളും മക്കൾ ബന്ധങ്ങളിലാണോ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണോ, സഹോദരങ്ങൾ തമ്മിലാണോ, അതല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണോ, നിങ്ങൾ ഏത് മേഖലയിൽ കുടുംബത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ വിളി ഏതാണെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിളി ഏതാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കുടുംബത്തേക്ക് നോക്കിയാൽ മതി, വേറെ എങ്ങും നോക്കണ്ട. നിങ്ങളുടെ വിളിക്ക് തക്കതായിട്ടുള്ളൊരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. ഇതാണ് നിങ്ങളുടെ വിളി എന്നുള്ളത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഏത് സങ്കടമാണോ നിങ്ങളുടെ കുടുംബത്തിൽ പതിവായിട്ട് നിൽക്കുന്നത്, അത് ആ കുടുംബത്തിൽ അല്പമെങ്കിലും ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയുടെ വിളിയാണത്. ഏത് സങ്കടമാണോ നിൽക്കുന്നത്, ആ മേഖലയിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകത്ത് എവിടെയെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന പാപികൾ ഏതെല്ലാം തരത്തിൽ നഷ്ടപ്പെടുത്തലുണ്ടോ ആ അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കോൾ ഇതാണ്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പിക്കാം അത് കറക്റ്റായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കുടുംബത്തിലേക്ക് കെട്ടഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് കുടുംബത്തിൻ്റെ ഈ കെട്ടുകൾ അഴിയും. നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയും. ഈ വൈദികരുടെ ധ്യാനത്തിന് പോകുമ്പോൾ, വൈദികരെ ധ്യാനിപ്പിക്കുമ്പോൾ വൈദികർ പറയുന്നൊരു കാര്യമുണ്ട്. പല സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിൽ നിൽക്കുന്ന അച്ഛന്മാർ പറയും, അതുപോലെ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് വാഹനങ്ങളും മറ്റും ഒന്നുമില്ല, ഞങ്ങൾ കാൽനടയായിട്ട് വലിയ മലയും കുന്നുകളാണ്, അതെല്ലാം ഞങ്ങളിങ്ങനെ ഇറങ്ങിച്ചെന്ന് താഴേക്ക് ചെന്ന് ഇവരെ കണ്ട് പരിചരിച്ച് അവരോടുകൂടെ ദിവസങ്ങൾ ചിലവഴിക്കും.
അതിൽ പലതും മരുന്നുകൾ ഒന്നും ഇല്ലാത്ത പകർച്ചവ്യാധികളായിരിക്കും. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷേ ഇന്ന് വരെ ഈശോയുടെ നാമത്തിൽ പറയട്ടെ, ഞങ്ങൾക്കൊന്നും ഏറ്റിട്ടില്ല, ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. പല വിഷമസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒന്നും ഞങ്ങൾ ഏറ്റിട്ടില്ല. അവിടെയെല്ലാം ഇന്ന് വലിയ കോളേജുകളും വലിയ സ്കൂളുകളും സഭയുടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് അവിടെ നിൽക്കാൻ കാരണം അന്ന് ഇവരുടെ തലമുറകളിൽ ആയിരിക്കുന്ന കഴിഞ്ഞു പോയ വൈദികരിട്ട അടിത്തറയാണ്. സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ അടിത്തറ അന്ന് പാകിയതിൻ്റെ ഫലമാണ് ഇന്ന് പലയിടങ്ങളിൽ നമ്മുടെ സഭ ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന അന്ന് പാകിയ വിത്താണ്. പക്ഷേ ഇന്ന് അത്രത്തോളം വിത്ത് പാകുന്നില്ല. കാരണം ഇന്നെല്ലാം നമ്മൾ ചെന്ന് കൊടുക്കുന്നതിനേക്കാൾ ഫോണിലൂടെ അയച്ചുകൊണ്ടിരിക്കുക, വാട്സാപ്പിലൂടെയൊക്കെ വചനം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. പക്ഷേ ഈ പ്രചരിപ്പിക്കുന്ന വചനം മാംസം ധരിക്കുന്നില്ല. അതിങ്ങനെ ഒറ്റ ഇങ്ങനെ പറയും തോണ്ടല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമെന്നല്ലാതെ ഇത് വായിച്ചു ഓ കർത്താവ് ഇതിങ്ങനെ ആയിരുന്നല്ലേ എന്ന് ഒരാളെങ്കിലും നിങ്ങളോട് മറുപടി പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ചെന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ, അധരത്തിൽ നിന്ന് കേൾക്കുന്ന വചനമേ മാംസം ധരിക്കത്തുള്ളൂ. ഓൺലൈനിൽ നിങ്ങൾ വചനം കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വചനം സ്വീകരിക്കുന്ന വ്യക്തിയും അതും കാണും, ഇപ്പുറത്ത് മറ്റു പലതും കണ്ടിട്ടായിരിക്കും. അതിനോടുകൂടെ ഇത് നോക്കുമ്പോൾ ആ വചനം അഴുക്ക് ചാലിലാണ് കിടക്കുന്നത്. നേരെ മറിച്ച് നിൻ്റെ അധരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുവചനം നീ പ്രസംഗിക്കണം. ഒരു ദിവസം ഒരു 10 വചനമെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് ഈ 10 വചനം നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് വെറുതെ ഒന്ന് പറയണം. ഒരു 10 വചനമെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ച് ആരോടെങ്കിലും ചെന്ന് വെറുതെ പറഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ. അവിടെ അത് മാംസം ധരിച്ചോളും. വെറുതെ ചെന്ന് പറഞ്ഞാൽ മതി. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒന്നും പറയാനില്ലാത്തിടത്ത് വചനം മാത്രം പറഞ്ഞാൽ മതി. ചില സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ടീച്ചേഴ്സ് പറയും, സിസ്റ്റർമാരുടെ സ്കൂളുകളാണെങ്കിൽ സിസ്റ്റേഴ്സ് പറയും, ബ്രദറെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളോടെ ഉണ്ട്, അതുകൊണ്ട് ഈശോ എന്ന് പറയരുത്, ദൈവം എന്ന് പറയണം. ഹല്ലേലൂയ. യേശു എന്ന് പറയരുത്, ദൈവം എന്ന് പറയണം. കാരണം ആരെയും മുറിപ്പെടുത്തരുത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. ആരെയും മുറിപ്പെടുത്തരുത്, ആർക്കും മുറിയപ്പെടാത്ത രീതിയിൽ ദൈവം എന്ന് പറയണം. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മതം മാറ്റി എന്ന് പറയണത്. അപ്പോൾ ഇതും കൂടി കേൾക്കാൻ കഴിയില്ല, ദൈവം എന്ന് പറയണം. ഇവിടെ ചെന്നിട്ട് ദൈവം ഒന്ന് ഈശോ ഒന്നും പറയണ്ട, ഞാനിങ്ങനെ വചനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്ന മക്കൾക്കറിയില്ല പറയുന്നത് വചനമാണോ എന്താണെന്നൊന്നും അവർക്കറിയില്ല. കൊട്ടേഷൻ പറയാതെ വചനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വചനം മാത്രം ഇങ്ങനെ കുറേ പറയും, പിന്നെ എക്സ്പീരിയൻസ് പറയും, പിന്നെയും വചനങ്ങൾ പറയും. ഈ പല കുട്ടികൾ അതിൽ അക്രൈസ്തവരായിട്ടുള്ള പല കുട്ടികളും വന്നിട്ട് പറയും, ഈ ബ്രദറിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നണില്ല, പക്ഷെ ബ്രദർ വേറെ കുറേ കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. വചനം എന്നൊക്കെ അവർ പറയാനറിയത്തില്ല. വേറെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തരിപ്പ് ശരീരത്തിൽ തോന്നും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ അയക്കുന്നിടത്തേക്ക് പോകുന്നതൊന്നേയുള്ളൂ, വചനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തെ നിങ്ങൾ പഠിച്ച് ആ വചനത്തിൽ നിങ്ങൾ അത് ഹൃദയസ്ഥമാക്കി ആ വചനം നിങ്ങളിൽ മാംസം ധരിച്ചിട്ട് ഇവിടുന്ന് ഈ വചനം എടുത്തുപയോഗിക്കുന്നിടത്തേക്ക്, അത് എവിടേക്ക് അത് അയക്കുന്നുവോ അത് ചെല്ലേണ്ടിടത്ത് തന്നെ ചെല്ലും. ഹല്ലേലൂയ. ഒരു വചനവും ബൈബിളിൽ നിന്നെടുത്ത് ഒരാൾക്ക് നിങ്ങൾ കൊടുക്കരുത്. ബൈബിളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചതേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഒരു വചനവും ബൈബിളിൽ നിന്ന് നോക്കി മറിച്ചെടുത്ത് എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കരുത്. ബൈബിളിൽ നിന്ന് വചനം ആദ്യം നിങ്ങളിൽ മാംസം ധരിച്ചതിന് ശേഷം അത് ബൈ ഹാർട്ട്, കാണാതെ പഠിക്കലല്ല, ബൈ ഹാർട്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് ശേഷം ആ ഹൃദയത്തിൽ നിന്ന് നിങ്ങളത് ടൈപ്പ് ചെയ്ത് അയക്കുക. അങ്ങനെ അയക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ അത് മാംസം ധരിക്കും, 100 മേനി വിളവുകയും. അല്ലാത്തതൊന്നും വചനം മാംസം ധരിക്കപ്പെടാത്ത വചനത്തെ അയക്കരുത്. അവിടെ മാംസം ധരിച്ചോളൂ എന്ന് പറഞ്ഞ് നോക്കിയെടുത്ത് അയക്കരുത്. അല്ല, ആദ്യം നിങ്ങളിൽ മുറിയപ്പെടണം. ശുശ്രൂഷകരുടെ പ്രത്യേകത, ആദ്യം അവർ മുറിയപ്പെട്ടിട്ടാണ് അവർ മുറിക്കാൻ ചെല്ലുന്നത്. എല്ലാ ശുശ്രൂഷകരുടെയും പ്രത്യേകത അതാണ്. ആദ്യം സ്വയം സഹനങ്ങൾ ഏറ്റുവാങ്ങി ആ സഹനത്തിൽ ജീവിച്ച് കർത്താവിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഞാൻ ഓക്കെയാണ്, ഞാൻ ഫിറ്റാണ്. ഇപ്പോൾ ഈ പട്ടാളത്തിലും
പോലീസിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്ക് വിടുന്നത് പോലെ നമ്മൾ പ്രൂവ് ചെയ്യണം തമ്പുരാൻ്റെ മുൻപിൽ. ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഞാൻ ഫിറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കർത്താവ് തരുന്ന സഹനങ്ങളുണ്ട്. ഈ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ഞാൻ ഫിറ്റാണെന്ന് കർത്താവിന് തോന്നി, കർത്താവിനെ സെലക്ട് ചെയ്തിട്ട് ഓരോ റാങ്ക് ഈശോ ഇങ്ങനെ തരും. ഓരോ റാങ്ക് കർത്താവ് ഇങ്ങനെ തരും. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI, CI, ഇങ്ങനെ ഓരോ റാങ്കിലേക്ക് കർത്താവ് നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോയി കർത്താവ് നമ്മളെ ഇരുത്തുമ്പോഴെല്ലാം ഈ റാങ്കിലെല്ലാം നമ്മൾ മികവ് പുലർത്തുമ്പോഴാണ് അതിൻ്റെ നമ്മളെ വീണ്ടും അടുത്ത സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങാണ്. ഇതാണ് ജീവിതത്തിൽ ദൈവം തരുന്ന സഹനം. ശുശ്രൂഷകരെ സംബന്ധിച്ച് ഈ ഒരു ട്രെയിനിങ് ഡയറക്റ്റ് പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നിട്ടേ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വിളിക്കുകയുള്ളൂ. അതല്ലാതെ ശുശ്രൂഷ വിളിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 വർഷം 20 വർഷമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചില നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. 20 വർഷം 10 വർഷം 15 വർഷമായിട്ട് ചില നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു തരം ഫിസിക്കൽ ട്രെയിനിങ്ങാണ്. ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ കംപ്ലീറ്റ് നിങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ കർത്താവ് ഉപയോഗിക്കും. നിങ്ങൾ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും 10 വർഷം 5 വർഷം 8 വർഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെല്ലാം നിങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ ദൈവം ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പിന്നെ കർത്താവ് ഒരുക്കി കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തേക്ക് കർത്താവ് വിടും നിങ്ങളെ. അതുവരെ ചില സഹനങ്ങൾ, നിങ്ങൾക്ക് വിട്ടുമാറാത്ത ചില കണ്ണുനീര്, ചില അസ്വസ്ഥതകളുണ്ടാകും. ഇതെല്ലാം ദൈവം ഏറ്റെടുത്ത് നിങ്ങളെ കൊണ്ടു ചെന്ന് വിടും. ഇതാണ് മലയിൽ ചെന്ന് തടി കൊണ്ടുവരുന്ന അവസ്ഥ. മലയിൽ ചെന്ന് തടി കൊണ്ടുവരുന്നെന്ന് പറയുന്നത് നിങ്ങൾ കയറി ചെല്ലണം മലയിൽ, അവിടെ നിന്ന് നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരണം. ആദ്യം നീ മുറിയപ്പെടുന്ന അവസ്ഥയാണത്. ആദ്യം നീ മുറിയപ്പെട്ടിട്ട് വേണം മറ്റുള്ളവർക്ക് മുറിവിലേക്ക് നീ മരുന്ന് വെച്ച് കെട്ടാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ. മറ്റുള്ളവരുടെ മുറിവ് എന്താണെന്നുള്ളത് ഇവിടെ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ ആ മുറിവിൽ അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കുടുംബത്തിലാണോ സന്യസ്ത വൈദിക ദൈവവിളിയുള്ളത് അവരുടെ തലമുറകൾ എത്രയോ അധികം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കറിയോ? ഏത് കുടുംബത്തിലും സന്യസ്ത ദൈവവിളികൾ അല്ലെങ്കിൽ വൈദിക വിളികളുള്ള കുടുംബങ്ങളിലുള്ള മക്കളുള്ള കുടുംബങ്ങളിൽ നിങ്ങൾക്കറിയില്ല ആ കുടുംബത്തിൻ്റെ എത്ര തലമുറകളായിട്ടുള്ള ചങ്ങലകളാണ് ഈ ഒരൊറ്റ പൗരോഹിത്യത്തിലും സന്യാസത്തിലും അഴിഞ്ഞു പോകുന്നതെന്നറിയോ? എത്ര തലമുറകളുടെ കെട്ടഴിയാൻ ഒറ്റ ഓർഡിനേഷൻ മതി, ഒറ്റ രജിസ്ട്രേഷൻ മതി. ഒരു തലമുറയുടെ കെട്ടുകൾ, ഒരു കുടുംബത്തിൻ്റെ തലമുറയുടെ കെട്ടുകൾ ഒറ്റയടി കഴിയും. കാരണം അവരുടെ കുടുംബത്തിൽ ഒരു ക്രിസ്തു ജനിക്കുകയാണ്. ക്രിസ്മസ് ആണ് ശരിക്കും അതാണ്. ഹല്ലേലൂയ. ഒരു പുരോഹിതൻ ഓർഡിനേഷൻ്റെ ദിവസം നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ അത് ക്രിസ്മസ് ആണ്. ക്രിസ്തു ജനിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ. അതുവരെ അത് അവരുടെ മകനും മകളും ഒക്കെ ആണെങ്കിൽ അന്ന് മുതൽ അങ്ങോട്ട് ക്രിസ്മസ് ആരംഭിക്കുകയാണ് ആ കുടുംബത്തിൽ. ആ പുരോഹിതൻ്റെ അപ്പനും അമ്മയും യൗസേപ്പും മേരിയുമായിട്ട് മാറും ആ ദിവസം. ഇതാണ് ശുശ്രൂഷ വിളി എന്ന് പറയുന്നത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന വ്യക്തി മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അവരുടെ മാതാപിതാക്കളും തലമുറകളിലേക്കുമാണ് ശുശ്രൂഷ വഴി അനുഗ്രഹങ്ങൾ പകരപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ, എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ, കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്ന മേഖലകളെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, നമ്മളത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ക്രിസ്തുവിൻ്റെ ആലയം? ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്തരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കേണ്ട വ്യക്തികളിൽ ദുരാത്മാക്കൾ വസിക്കുന്നുണ്ടെങ്കിൽ ആ ദുരാത്മാക്കളെ പുറത്താക്കാൻ നമ്മുടെ കരങ്ങളിൽ തമ്പുരാൻ്റെ വചനം ഉണ്ടാകണം. തമ്പുരാൻ്റെ വചനം ഉണ്ടാകണം. ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കും, എന്തിനു നീ ഇവിടെ വന്നു? ചില മിനിസ്ട്രി ചെയ്യാൻ ചൊല്ലുമ്പോൾ തന്നെ ഇവർ പറയും, എന്തിനാണ് നീ ഇവിടെ വന്നു? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? നീ എന്തിനാണ് ഈ ദേശത്ത്? ഇത് ഞങ്ങളുടേതാണ്. ഇങ്ങനെ പറയും, വിളിച്ചു പറയും. ലാസ്റ്റ് ചെന്നപ്പോഴും അത് തന്നെ കേട്ടത്. വിളിച്ചു ആക്രോശിക്കും നമ്മൾക്ക് നേരെ ഇതിങ്ങനെ ആക്രോശിച്ചു വരും. നിങ്ങളിൽ കൃപയുണ്ടോ? സാത്താൻ തിരിച്ചറിയും. നിങ്ങളിൽ കൃപയുണ്ടോ? സാത്താൻ തിരിച്ചറിയും. നിങ്ങളിൽ
പൈശാചികതയുണ്ടോ, സകല പാപങ്ങളും നിങ്ങളുടെ നേരെ വരും. എല്ലാ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് വരും. നിങ്ങൾ ഏതെങ്കിലും തിന്മയെ താലോലിക്കുന്നുണ്ടോ, ആ താലോലിക്കുന്ന തിന്മ ഫിസിക്കലി ചെയ്യാൻ സാത്താൻ നിങ്ങൾക്ക് വഴിയൊരുക്കി തരും. കാരണം അതിനെ ഉള്ളിൽ നിങ്ങൾ വസിക്കാൻ പെർമിഷൻ കൊടുത്ത് അതിനെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കാൻ ചില പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഈ പാപത്തിൻ്റെ മേഖലകൾ നമ്മളിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യവും സാത്താൻ ഒരുക്കി തരും. ഉള്ളിൽ ദൈവമേ എന്നുള്ള വിചാരമാണോ, ആ സാഹചര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് ഒരുക്കി തരും. ആ സാഹചര്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തരും. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതേ നിങ്ങൾക്ക് കണ്ടുമുട്ടാനായിട്ട് സാധ്യതയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ദൈവമേ ആത്മാക്കളെ നേടണമെന്നുള്ളൊരു ചിന്ത വന്നാൽ നിങ്ങൾ പോകുന്നിടത്തല്ല ആരെങ്കിലും നിങ്ങളോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരെണ്ണമെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ നേരെ വരാതിരിക്കില്ല. ആത്മാക്കളെ നേടണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആത്മാക്കളെ നേടണമെന്നുള്ളൊരു ചിന്ത ദൈവിക വേലയിൽ വ്യാപൃതമാകി കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടി സ്വർഗത്തിന് വേണ്ടി ജീവിക്കണമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ പോലും അറിയില്ല. അനേകം മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇടപെടും, നിങ്ങളെ കൊണ്ടുപോകും. വിവിധ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അവൻ നിങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളേറെ തേടി നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാനത് ഊതിപ്പറത്തിയെന്ന് ഈശോ പറയുന്നത്. ചില വീടുകളിൽ ഇതുവരെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും എത്താതിരിക്കുന്നതിൻ്റെ കാരണം ഇതുകൂടെയുണ്ട്. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യും, ഒരു കോളുണ്ട്, ചെയ്യണം, അത് ചെയ്യാനായിട്ടുള്ള വിളിയുണ്ട്, അത് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, എല്ലാം ഉണ്ടായിരിക്കെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവീകതയല്ല. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനുള്ള വിളിയുണ്ടായിരിക്കെ ഈ വിളിയിൽ നിന്ന് മാറിയാണ് ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ഈശോ പറയുന്നു നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് മുഴുവൻ ഞാനത് ഊതിപ്പറത്തും. നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മുഴുവൻ ഞാൻ ഊതിപ്പറത്തും. നിങ്ങൾ എത്ര കൊണ്ടുവന്നാലും വീട്ടിൽ നിലനിൽക്കുകയില്ല. നമ്മൾ പറയില്ലേ, രാപകലില്ലാതെ അധ്വാനിച്ചതാ, അവസാനം നോക്കുമ്പോൾ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. ഞാൻ ഇത്രയും നാൾ ഈ സർവീസ് ചെയ്തിട്ട് അവസാനം വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പെൻഷനും കാര്യങ്ങളും ഒന്നിനും തികയുന്നില്ല. ഞാൻ പിരിഞ്ഞു വന്നപ്പോൾ കിട്ടിയ കാശ് ഇത്ര ലക്ഷം ഉണ്ടായിരുന്നു ബ്രദറെ, ഇപ്പോൾ 1 രൂപ എൻ്റെ കയ്യിലില്ല. ഇങ്ങനെ പറയുന്ന അവസ്ഥ വചനം പറയുന്നു ഞാനത് ഊതിപ്പറത്തും, ഞാനത് ഊതിപ്പറത്തും. കർത്താവ് തന്നത് നിങ്ങൾക്ക് കൃപകൾ തന്നിട്ടാണ് നിങ്ങൾക്ക് സമ്പത്തും ബാക്കി സൗകര്യങ്ങളും ഈശോ തന്നത്. ഒരു സാമ്പത്തിക മേഖല നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ദൈവം നിങ്ങൾക്കൊരു കൃപ തന്നിട്ടുണ്ടാകും, ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന അനുഗ്രഹം അവനൊരു കൃപ കൊടുത്തിട്ടായിരിക്കും അവൻ്റെ വീട്ടിലൊരു കെട്ടുറപ്പ് ദൈവം സ്ഥാപിക്കുന്നത്. ഈ കൃപ മറന്ന് കെട്ടുറപ്പിൽ മാത്രം നമ്മൾ ആശ്രയിക്കും. അവസാനം കൃപ നഷ്ടപ്പെടുത്തുമ്പോൾ ഈ കെട്ടുറപ്പ് സാത്താൻ വീണ്ടും അഴിച്ചു തുടങ്ങും. കൃപ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ സമാധാനമില്ലാത്ത അവസ്ഥ, പക്ഷെ നിങ്ങളൊരാൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഒരു സമാധാനം ദൈവം സ്ഥാപിക്കണമെങ്കിൽ ആദ്യം അവിടെ ആ വ്യക്തിയിലൂടെ ഒരു കൃപ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേ ആ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ദൂതൻ വരുള്ളൂ. ആ കൃപ ഈ വ്യക്തി തിരിച്ചറിയണം. ഈ കൃപ എനിക്ക് തന്നതിന് ശേഷമാണ് ഈ സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. ഈ കൃപയും ഈ സമാധാനത്തോടൊപ്പം നിങ്ങൾ പരിപാലിച്ച് പോഷിപ്പിച്ച് നിങ്ങളതിനെ നിലനിർത്തണം. നമ്മൾക്കൊരു സമാധാനം കിട്ടിയ ആ സമാധാനത്തെ നമ്മളിങ്ങനെ അനക്കാതെ കൊണ്ടു കിടക്കും. അയ്യോ ഇനി സമാധാനം കെടുത്തില്ല, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മാറിക്കളയാം. ഇങ്ങനെ നമ്മൾ ആ സമാധാനത്തെ നമ്മളിങ്ങനെ അനക്കാതെ കൊണ്ടു കിടക്കുക, തട്ടി വീഴാതെ ഉടയാതെ വായിലെ നാക്ക് പറയുന്നതെല്ലാം അറുത്ത് മുരിച്ച് അളന്നു തൂക്കി പറയുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ സമാധാനത്തെ നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ കൃപ, ഈ സമാധാനം തരുന്നതിന് വേണ്ടി ദൈവം തന്ന കൃപ. ചില സാമ്പത്തിക മേഖല ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലൊരു കൃപ തന്നിട്ടേ ഈ സാമ്പത്തിക മേഖല കർത്താവ് ചില കുടുംബങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ സാമ്പത്തിക മേഖലയിൽ മാത്രമേ കുടുംബം ശ്രദ്ധിക്കുകയുള്ളൂ. ഈ സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി ദൈവം ഒരു തന്ന കൃപയെ ശ്രദ്ധിക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈ സാമ്പത്തിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ കുടുംബത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അത് മരുന്നിന് പോവും.
ഇങ്ങനെ ഒരു വിവാഹം ദൈവം നടത്തി. കുറേ നാളായി വിവാഹം നടക്കുന്നില്ല, വിവാഹം നടന്നു. പിന്നെ വിവാഹം നടന്ന വ്യക്തി പിന്നെ വിവാഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. വിവാഹം നടക്കാൻ ദൈവം ആദ്യം ആ വ്യക്തിക്ക് ഒരു കൃപ കൊടുത്തിട്ടാണ് ആ വിവാഹം നടത്തിയിരിക്കുന്നത്. ചില മാതാപിതാക്കൾ കെട്ടിക്കിടക്കുക, വീടിൻ്റെ ജപ്തിയാണ്, അങ്ങനെയാണ്, എല്ലാ വിധത്തിലും കെട്ടുപിടഞ്ഞെടുക്കുക. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ കെട്ടഴിക്കുന്നതിന് മുൻപ് ദൈവം ഒരു കൃപ ആദ്യം ആ കുടുംബത്തിലേക്ക് കൊടുത്തിട്ടേ ആ കെട്ടഴിക്കുന്നുള്ളൂ. ഈ കൃപ നമ്മൾ നോക്കില്ല. അഴിയപ്പെട്ട കെട്ടുകൾ, ലഭിച്ച സമാധാനം, ലഭിച്ച ആരോഗ്യം, ലഭിച്ച സ്വസ്ഥത, ലഭിച്ച സമ്പത്ത്, വിവാഹങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇതിനെ മാത്രം നമ്മൾ നോക്കും. കർത്താവ് തന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് മാത്രം നമ്മൾ എഴുതി വെക്കും. ഈ ഓരോ അനുഗ്രഹത്തിന് മുൻപും ദൈവം തന്ന കൃപകൾ, അത്രയും അനുഗ്രഹങ്ങളുടെ ഈക്വലായിട്ട് കൃപകളും തന്നിട്ടേ അനുഗ്രഹം തമ്പുരാൻ തരുള്ളൂ. കൃപകൾ തരാതെ ഒരനുഗ്രഹവും ദൈവം തരില്ല. കാരണം ഈ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ ഈ കൃപ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ! ഈ അനുഗ്രഹം നിന്നിൽ നിലനിൽക്കണമെങ്കിൽ ഈ കൃപ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഈ അനുഗ്രഹത്തെ മാത്രം എടുത്ത് ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൃപ ഉപയോഗിക്കാതിരിക്കുന്നിടത്ത് ഈ അനുഗ്രഹങ്ങളും പിന്നീട് ക്രമേണ അത് കെട്ടുപോയിക്കൊണ്ടിരിക്കും. കെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് പലതും നമ്മളിൽ നിലനിൽക്കാത്തതിന് കാരണം. പല അനുഗ്രഹങ്ങളും വന്നതുപോലെ പോകുന്നതിന് കാരണം. ചില ജോലി കിട്ടി, ജോലി പെട്ടെന്ന് പോകും. ചില ആൾക്കാർക്ക് ജോലി കിട്ടി, സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുക, ഒന്നും നിലനിൽക്കില്ല. എന്തുകൊണ്ടാ? കൃപ ഉപയോഗിക്കാത്തിടത്ത് അനുഗ്രഹങ്ങൾ നിലനിൽക്കില്ല. കൃപ ഉപയോഗിക്കുന്നിടത്ത് അനുഗ്രഹങ്ങൾ നിലനിൽക്കും. കൃപ ഉപയോഗിക്കാത്തിടത്ത് അനുഗ്രഹങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. അത് നിലനിൽക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക കാര്യസാധ്യം നിങ്ങൾക്ക് ലഭിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതിനു മുൻപ് ലഭിച്ച കൃപയെ മറക്കരുത്. അതിനു മുൻപ് ലഭിച്ച കൃപയെ മറക്കരുത്. ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊന്നുമല്ലാതായിരുന്നു. പിന്നീട് ദൈവം നിങ്ങളങ്ങോട്ട് ബലൂൺ വീർക്കുന്ന പോലെയാണ് വീർത്ത് പടർന്ന് പന്തലിച്ച് വലിയൊരു സംരംഭമായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടു. പക്ഷെ അങ്ങനെ മാറണമെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിലാണ് അതിനാവശ്യമായിട്ടുള്ള ആദ്യത്തെ വിഹിതം കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രത്യേക നിയോഗമുണ്ട്. ഈ നിയോഗം നടക്കുന്നില്ല. നമ്മൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഈ നിയോഗം നടക്കണമെങ്കിൽ കർത്താവെ, ഏത് കൃപയാണോ എന്നിൽ വരേണ്ടത് ആ കൃപയ്ക്ക് വേണ്ടി നീ എന്നെ ഒരുക്കണമേ. ഹല്ലേലൂയ! ഇപ്പോൾ നമ്മുടെ മക്കൾ ദൈവത്തെ അറിയുന്നില്ല. അവർ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുകയാണ്. നമ്മൾ ആ മക്കൾക്ക് വേണ്ടി അവരുടെ സ്വഭാവ ദൂഷ്യം മാറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവൾ മാറാൻ അവനിൽ അവളിൽ ഏത് കൃപ കർത്താവെ നീ കൊടുക്കണമോ ആ കൃപയ്ക്ക് വേണ്ടി അവരെ ഒരുക്കണമേ. ഇങ്ങനെ നിങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങളിലെല്ലാം ഒരു സ്പിരിച്വൽ ഇൻറ്റൻഷൻ കൂടെ നിങ്ങൾ കയറ്റി വയ്ക്കണം. നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിലെല്ലാം ഒരു സ്പിരിച്വൽ ഇൻറ്റൻഷൻ കൂടെ നിങ്ങൾ കയറ്റി വെച്ചിട്ട് വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാനും ചോദിക്കാനും. അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാത്തിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് കിട്ടുന്ന കൃപകൾ, അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട താലന്ത് കണക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ഉപകാരവും ഇല്ല. അനുഗ്രഹങ്ങളെല്ലാം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും. ഹല്ലേലൂയ! 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 സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. 5 or 6 അവസ്ഥകളിൽ ഒരുമിച്ച് കർത്താവിൻ്റെ വരൾച്ച വരണമെങ്കിൽ അതിന് കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആ ദേശത്ത് നിന്ന് ആരും പുറപ്പെടാത്തത് കൊണ്ടാണ്. ചില ദേശങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ചില ദേശങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തിലും പ്രകൃതി ദുരന്തത്തിലും പ്രകൃതിക്ഷോഭത്തിലും വരൾച്ചയിലും അവിടെ ഒരിക്കലും നന്മയിലേക്ക് വരാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ ആ ദേശത്ത് നിന്നൊരു പ്രവാചകൻ ഉണ്ടായാൽ മതി. ആ ദേശത്ത് നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകനുണ്ടായാൽ മതി. ചില ദേശം അനുഗ്രഹിക്കപ്പെട്ടോളും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നത് അവിടെ ചിലപ്പോൾ ചില അബോഷനായിരിക്കും, ചില ദേശത്തെ മൊത്തം തകർമാറിലാക്കും. ആ അബോഷനിലൂടെ കൊല്ലപ്പെട്ട കുഞ്ഞായിരിക്കും ആ ദേശത്ത് പ്രവാചക ദൗത്യം ഏറ്റെടുക്കേണ്ടതായിരിക്കും. പക്ഷേ ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുണ്ടാകും.
ആ ദേശത്തിൽ അതിലൂടെ വന്നിരിക്കുന്ന വരൾച്ചയുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ചില ദേശത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ ചില കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ, ചില വീട്ടുപേര് നമുക്കറിയാം. ഈ വീട്ടുപേര് വലിയ പ്രസക്തിയിലും പ്രതാപത്തിലും ഒക്കെ ഇങ്ങനെ നിന്നിരുന്ന വീട്ടുപേരാ. പിന്നീട് ഒരു കാലഘട്ടം കൊണ്ട് ഇതിങ്ങനെ താണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിലും കാരണം അവരുടെ പ്രശസ്തി ഭൗതികതയിലേ ഉണ്ടായിട്ടുള്ളൂ. അവരിൽ നിന്ന് ഒരു ദൈവവിളി പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നേടിയെടുത്ത പ്രശസ്തികളെല്ലാം ഒറ്റയടിക്ക് താഴെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും അതിന് പുറകിലുള്ള ആത്മീയ വശത്തെ കൂടെ നിങ്ങൾ അതിനോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ടാകണം. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലും അനുഗ്രഹത്തിൽ മതി മറക്കരുത്. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു, ദൈവം നിങ്ങൾക്ക് വിവാഹം നടത്തി തന്നു, ദൈവം നിങ്ങളുടെ കടബാധ്യത മാറ്റി, നിങ്ങളുടെ മാരക രോഗം മാറ്റി. ഇതെല്ലാം ചെയ്യാൻ ആദ്യമേ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആ വ്യക്തിക്ക് ദൈവം കൊടുക്കും, ആ കുടുംബത്തിന് ദൈവം കൊടുക്കും. എന്നിട്ടേ ഈ കാര്യത്തിൽ ഈശോ ഇടപെടുകയുള്ളൂ. എന്തിനാണെന്നറിയോ? ഇത് ഇടപെട്ട് ഇതിന് നന്ദിയെന്നോണം ഈ സ്പിരിച്വൽ ഗിഫ്റ്റിനെ ആ കുടുംബം വളർത്തണം. ഈ കുടുംബം പിന്നെ സാക്ഷിയാകണം. പക്ഷേ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് മറന്ന് ഈ ഫിസിക്കൽ ഗിഫ്റ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നമ്മൾ മതിമറക്കും. അതിൽ നമ്മൾ മതിമറക്കുന്നിടത്ത് പോയത് റിട്ടേൺ വരും. കിട്ടിയ അനുഗ്രഹം നിലനിൽക്കുകയില്ല. ജോലിയിൽ നിന്ന് നേടിയ സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്ന ഭിന്നമായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾ കണ്ണ് തുറന്ന് പിടിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണടച്ചേ, ശരിക്കും കണ്ണടച്ചേ.